गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। श्री गुरु शरणारविन्दाभ्यां नमः। सिन्दूरारुण विग्रहां तनयनां माणिक्यमौलिस्फुरते कारानायक शेखरां स्मितमुखीं आपीनवक्षोरुहां पाणिभ्यामणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रतीं सौम्यां रत्नकरस्थरक्तचरणां ध्यायेत् परामम्बिकाम्। श्री महादेव्यै नमः। ലളിതാസഹസ്രനാമം നവാഹയജ്ഞത്തിന്റെ 4ാമത്തെ ദിവസം നമ്മൾ 215 പദം വരെ നോക്കി. ആദ്യത്തെ ദിവസം ഹയഗ്രീവാഗസ്ത്യ സംവാദം പറഞ്ഞ് ഹയഗ്രീവിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഥ മുഴുവൻ പറഞ്ഞില്ല എന്ന് ഒന്നിന്റെ അഭിപ്രായം ആൾക്കാർ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്ര കീൻ ഒബ്സർവേഷനാണ് നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ ആ ഫ്ലോയിൽ അതുപോലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തുടങ്ങാനും ലേറ്റായി. അതുകൊണ്ട് ഞാൻ ഹയഗ്രീവൻ മാത്രമേ പറഞ്ഞുള്ളൂ. ആരാണ് ഈ ഹയഗ്രീവൻ? ശരിക്കത് നമ്മൾ അറിയണം. ദേവന്മാരെല്ലാം ഒരു യജ്ഞം നടക്കുകയും ആ യജ്ഞത്തിന്റെ പ്രധാനമൂർത്തിയായ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് അവരെല്ലാം വൈകുണ്ഠത്തിൽ വരുമ്പോൾ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവില്ല. ഹയഗ്രീവൻ എന്ന അസുരൻ കുതിരയുടെ മുഖം, ഹയം എന്ന് പറഞ്ഞാൽ കുതിര, ഗ്രീവൻ എന്ന് പറഞ്ഞാൽ കഴുത്ത്. അദ്ദേഹം ദേവിയെ തപസ് ചെയ്തു, പ്രാർത്ഥിച്ചു. ഞാൻ ആരാലും വധിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെയാണ് എല്ലാവരും വരം ചോദിക്കുന്നത്. അങ്ങനൊരു വരം നൽകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ രീതിയിൽ വധിക്കാൻ പാടില്ല എന്ന് പറയും. ഹയഗ്രീവൻ എന്താണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, എന്നെ പോലെ രൂപമുള്ള ഒരാളല്ലാതെ ആരിൽ നിന്ന് ഞാൻ വധിക്കപ്പെടാൻ പാടില്ല. അപ്പൊ അതുപോലെ കുതിരമുഖമുള്ള ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ ഹയഗ്രീവന്റെ. ഈ ഹയഗ്രീവൻ അസുരൻ, മറ്റേ ഹയഗ്രീവൻ ദൈവം. അവരുടെ പേരുണ്ട് തന്നെ വ്യത്യാസം. ഉടനെ തന്നെ ദേവി എന്ത് ചോദിച്ചാലും കൊടുത്തേ പറ്റും. തപസ്സിന്റെ ശക്തി അതാണ്. അങ്ങനെ ഹയഗ്രീവനെ വധിക്കാനായിട്ട് വളരെയേറെ പാടുപെട്ടു മഹാവിഷ്ണു. ഹയഗ്രീവനെ പോലെ ഒരാളുണ്ടെങ്കിൽ ഹയഗ്രീവനെ വധിക്കാൻ പറ്റുള്ളൂ. അതൊന്നും നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വില്ലിൽ താട വെച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവര് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ കാണാതെ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോകുന്നത്. അദ്ദേഹം ആഴ്ന്ന ചിന്തയിൽ ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ദേവന്മാരെ വിചാരിച്ചു മഹാവിഷ്ണു നല്ല ഉറക്കമാണ്. മഹാവിഷ്ണു ഉണർന്നു വന്നാലേ യജ്ഞം പൂർത്തിയാവുള്ളൂ. യജ്ഞത്തിന്റെ പ്രധാന ദേവത മഹാവിഷ്ണുവാണ്. ബ്രഹ്മദേവനോട് എല്ലാവരും പറയും, ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്? പരമേശ്വരനോട് ചോദിക്കും. പരമേശ്വരൻ പറയും, ഉറങ്ങുന്നവനെ ഉണർത്തുന്നത് ശരിയല്ല, അത് മഹാപാവമാണ്. ഇവിടെ നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണർത്തരുത്. എന്നാൽ ഇപ്പോൾ ഉണർത്തിയേ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വിളിച്ചുണർത്താൻ പാടില്ല, എന്നാൽ ഉണർത്തുകയും വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കുക എന്ന് പറയുകയും അങ്ങനെ ബ്രഹ്മദേവൻ ചിതലിനെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്ക് ഉപദ്രവിക്കുന്ന ചിതൽ ഉണ്ടായത്. ആ ചെതൽ സൃഷ്ടിച്ചപ്പോ ആ ചെതൽ ആ ഞാണിനെ അരിച്ചരിച്ചരിച്ചരിച്ച് ഞാണിന്റെ ആ കെട്ട് പൊട്ടുകയും ആ വില്ല് ഓങ്ങി അടിച്ച് മഹാവിഷ്ണുവിന്റെ തല തെറിച്ചു പോവുകയും ചെയ്യും. എന്തൊരു കാര്യം നടന്നാലും അതിനൊരു കാര്യം നടന്നാലും കാരണമുണ്ടാകും. എന്തുകൊണ്ട് മഹാവിഷ്ണുവിന്റെ തല പോയി എന്നറിയാതെ ദേവന്മാരെല്ലാം ഭയങ്കരമായിട്ട് വിഷമിച്ചു. വന്ന ഉദ്ദേശം അദ്ദേഹത്തിനെ കൊണ്ട് യജ്ഞം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ തലയേയില്ല, എന്താ ചെയ്യുക? വേറെ വഴിയില്ലല്ലോ അല്ലേ? ആവതിക്കും കരണീയം അത്രേ ഉള്ളൂ. നേരെ എല്ലാവരും ബ്രഹ്മദേവൻ പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അമ്മയെ പ്രാർത്ഥിക്കാം. ദേവനെ പ്രാർത്ഥിച്ചു, ദേവത പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, മഹാവിഷ്ണുവിന്റെ തല തെറിച്ചു പോയത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആദ്യം അതാണ് പറയുന്നത്. എപ്പോഴെങ്ങനെയാണ്? ഹനുമാൻ തിരിച്ചു വരുമ്പോൾ ദൃഷ്ട്വാ സീത, കണ്ടു സീതയെ.
സീതാദൃഷ്ട എന്ന് പറഞ്ഞ സീതാദൃഷ്ട എന്ന് പറഞ്ഞാൽ സീതാദൃഷ്ടാവാണോ സീതാ അദൃഷ്ടാവാണോ എന്നുള്ള സംശയം വരും. ഒരു സെക്കൻഡില് സംശയം വരും. കണ്ടു സീതയെ, കണ്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ പർപ്പസ് സർവായി എന്നർത്ഥം ആദ്യമേ പറഞ്ഞു. എങ്ങനെയാണ് മഹാവിഷ്ണുവിന് എങ്ങനെ തല പോകും? ഒരിക്കൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇങ്ങനെ സന്തോഷമായിരിക്കുന്ന സമയത്ത് എന്തോ ഓർത്ത് മഹാവിഷ്ണു ചിരിച്ചു. പുരാണത്തിൽ ഇങ്ങനെ കഥകൾ വരും കേട്ടോ. മഹാലക്ഷ്മിക്ക് എന്തിനാ ചിരിക്കുന്നത്? അതൊന്നും വെറുതെ ചിരിച്ചതാണ്. കാര്യം പറയാതെ ചിരിച്ചപ്പോ മഹാലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ഞാനല്ലാതെ ഏതോ ഒരാളെ മനസ്സിൽ വിചാരിച്ച് അവരുമായി കമ്പയർ ചെയ്ത് എന്നെ ആക്ഷേപിച്ച് ചിരിച്ചതാണ് എന്ന് മഹാലക്ഷ്മിക്ക് തോന്നി. അതുകൊണ്ട് വിഷ്ണുവിന്റെ തല വെടിച്ചു പോകട്ടെ എന്ന് അവൻ ശപിച്ചു. ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. അത് നല്ലതിനാണ് എന്ന് പറഞ്ഞ് വിശ്വകർമാവിനെ വിളിച്ച് കുതിരയുടെ മുഖമുള്ള ഒരു രൂപം സൃഷ്ടിച്ച് ഈ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ വെക്കാൻ പറയുകയും അങ്ങനെ കുതിരയുടെ മുഖം കഴുത്തും അതുകൊണ്ട് ആ തലയില്ലാത്ത ആ രൂപത്തിൽ വെക്കുകയും അങ്ങനെയാണ് ഈ ഹയഗ്രീവൻ എന്ന ദൈവം അവതരിച്ചത് എന്നാണ് പുരാണത്തിൽ. ഈ ഹയഗ്രീവനാണ് ആ ഹയഗ്രീവനെ വധം ചെയ്തിട്ട് പിന്നെ അഗസ്ത്യനുമായി സംവാദം ചെയ്ത് ഈ ഇതുണ്ടാകുന്നത്. ഈ ദേവി ഭാഗവതത്തിലുള്ള കഥയാണ് ഹയഗ്രീവ കഥ. ദേവി ഭാഗവതം നോക്കുമ്പോൾ മഹാത്മ്യത്തിൽ വരുന്ന ഒരു കഥയാണത്. അങ്ങനെയുള്ള ഹയഗ്രീവ അഗസ്ത്യ സംവാദമായിട്ടുള്ള ഇതില് മഹാമായായി മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതായി നമ്മളെ ധരിപ്പിക്കും. അതാണ് മായ. അതാണ് അർത്ഥം. യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത ഒന്നാണ് അതിൽ ഉള്ളതായി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന മായ. മഹാസനായി നമഃ, മഹാസത്വമായ ദേവിക്ക് നമസ്കാരം. മഹാമായായി നമഃ, മഹാസത്വമായി നമഃ. സത്വം എന്നാൽ ശക്തി എന്നർത്ഥം. മഹാശക്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുത് ഒന്നില്ല. അത്രയേ ഉള്ളൂ. മഹാരക്തി നമഃ, പരമാനന്ദ സ്വരൂപിണി. എല്ലാ വിഷയസുഖങ്ങളെക്കാളും പരമായ ആനന്ദമാണ് ഈശ്വര ചിന്ത. സുഖങ്ങൾ സന്തോഷങ്ങൾ എല്ലാം നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എല്ലാ സുഖത്തിലും വെച്ച് പരമമായ സുഖമാണ് ഈശ്വര ആരാധന നമുക്ക് കിട്ടുന്നത്. കാരണം എന്താ? അത് എന്നും നിലനിൽക്കുന്നതാണ്. മറ്റേതെല്ലാം ഉണ്ടാവും പിന്നെ ഇല്ലാതാവും. എല്ലാ സുഖങ്ങളും അവസാനം ദുഃഖത്തിലെ കലാശിക്കും. ദുഃഖം വന്നാൽ ദുഃഖം വരും, ലാഭം വന്നാൽ നഷ്ടം വരും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും. ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നതല്ല. ഒരു നാണയത്തിന് രണ്ട് വശം മാറി. ഒന്നുമായിട്ട് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. എല്ലാം ദ്വന്ദ്ങ്ങളാണ്. പക്ഷെ ഈ സുഖത്തിന് അത് ദ്വന്ദ്വത്തിൽപ്പെടുന്നതല്ല. സുഖം മാത്രമേ ഉള്ളൂ. മഹാഭോഗായ മഹത്തായ സുഖത്തോട് കൂടിയവൾ നമസ്കാരം. ഭൂമിയെ പോലെ മഹത്തായ വിസ്താരമുള്ളവെന്നും അർത്ഥമുണ്ട്. മഹേശ്വരിയായ മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവൾ ദേവി. ഐശ്വര്യം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണം. നമുക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യവും വേണം. മഹേശ്വരിയായ നമഃ, മഹാവീരായ നമഃ, പരമമായ വീര്യമാകുന്ന ദേവിക്ക് നമസ്കാരം. വീര്യം എന്ന് പറഞ്ഞാൽ പ്രഭാവം, തേജസ്, ബലം എന്നൊക്കെ അർത്ഥമുണ്ട്. മഹാബലായ നമഃ, മഹത്താകുന്ന ബലമാകുന്ന ദേവി. ദേവിയുടെ ബലത്തിന് മഹത്തായ ബലം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. ഒറ്റ വസ്തുവേ ഉള്ളൂ, ബ്രഹ്മമാണ് സത്യം, അതിനേക്കാൾ ഉപരി ഒന്നുമില്ല എന്ന് തന്നെ ഇതിനെ തന്നെ പല വാക്കുകളായിട്ട് വീണ്ടും 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 പറയുന്നത് നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കാൻ വേണ്ടിയാണ് താല്പര്യം. മഹാബുദ്ധിയെ നമഃ, മഹത്തായ ബുദ്ധിയോട് കൂടിയവൾ. ഏതെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ ആ സ്വരൂപമാണ് ദേവി. ഏതെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും. ബ്രഹ്മമാണ് സത്യം എന്നുള്ളത് അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും. അത്രയേ ഉള്ളൂ. ആ ബ്രഹ്മസ്വരൂപമാണ് നമ്മൾ ഇപ്പോ ദേവി എന്ന് സങ്കല്പിച്ച് പറയുന്നത്. മഹാസിദ്ധിയെ നമഃ, മഹാസിദ്ധിയായ ദേവിക്ക് നമസ്കാരം. ദേവിയെ സാക്ഷാത്കരിക്കുക, ദേവിയുടേതായി തീരുക എന്നത് പേരുകെട്ട ഒരു അഷ്ടസിദ്ധികളാണ്. സിദ്ധി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം അനുസന്ധാനം ചെയ്ത് നമുക്കത് പ്രയോഗിക്കാനുള്ള കഴിവ് കിട്ടുന്നതാണ് സിദ്ധി. മഹായോഗേശ്വരിയെ നമഃ, വലിയ യോഗേശ്വരന്മാർ പോലും വന്ദിക്കുന്ന ദേവി.
യോഗേശ്വരന്മാർക്കും ഈശ്വരിയായവൾ. മഹാതന്ത്രായ നമഃ. പരമമായ തന്ത്രമാകുന്ന ദേവി. ദേവിയുടെ തത്വം ആരാധനാക്രമം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് തന്ത്രങ്ങൾ. ആ തന്ത്രങ്ങൾ വെച്ച് ആ തന്ത്ര രീതിയിൽ ദേവിയെ ആരാധിക്കുന്ന രീതിയാണ് പറയുന്നത്. ആ തന്ത്രത്തിനെല്ലാം ഉറവിടമായിരിക്കുന്നവൾ ദേവി, തന്ത്രമാകുന്ന ദേവി. മഹാമന്ത്രായ നമഃ. പരമമായ മന്ത്രമാകുന്ന ദേവി. മഹായന്ത്രായ നമഃ. പരമമായ യന്ത്രമാകുന്നവൾ. മന്ത്രം, യന്ത്രം, തന്ത്രം. മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഏതൊരു മൂർത്തിയാണോ നമ്മൾ ആവാഹിക്കാൻ പോകുന്നത് ആ മൂർത്തിയെ ആവാഹിക്കാനുള്ള ഒരു ഇതാണ് മന്ത്രം. എല്ലാത്തിനും പ്രത്യേക പ്രത്യേക മന്ത്രമുണ്ട്. ആ മന്ത്രത്തെ ആവാഹിച്ച് ആ ദേവതയെ പൂജിക്കുമ്പോൾ അതിന് ഓരോന്നിനും പ്രത്യേക പ്രത്യേക യന്ത്രമുണ്ട്. ദേവിക്ക് അഷ്ടദള യന്ത്രം, അഷ്ടദള പത്മം, ബിന്ദു, ത്രികോണം, ഷഡ്കോണം, നിത്യദളം, 3 ഭൂപുരത്രയം, 4 ചതുർദ്വാരം. ഇതാണ് അഷ്ടദള പത്മം. ഇതിനാണ് സാധാരണ ഭഗവതി സേവയൊക്കെ നടത്തുന്നത്. അതിന്റെ അടുത്തൊരു ഓപ്ഷനാണ് സ്വസ്തി മന്ത്രം ഇട്ട് നടത്തുന്നത്. എല്ലായിടത്തും അത് ഇടാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ആ പൂജ കുറച്ചുകൂടി എലാബറേറ്റായിട്ട് ചെയ്യുന്ന പൂജയാണ്. നവാവരണ പൂജയൊക്കെ ചെയ്യണം. അത് ഓരോ ഇതിനും ഓരോ ദേവതയെ ആരാധിക്കണം. അതിനും വലുതായ ഒരു ആരാധനയുണ്ട്, ശ്രീചക്ര പൂജ. 43 കോണുകളാണ്. 43 കോണും 8 ദളവും. നോക്കുമ്പോൾ 51 അക്ഷരങ്ങളെ 51 ഇതിൽ വെച്ച് പൂജിക്കുന്നതാണ് ശ്രീചക്ര ആരാധന. മേരുപ്രസ്ഥാനം, ഭൂപ്രസ്ഥാനം, കൈലാസ പ്രസ്ഥാനം, നമുക്ക് പ്രസ്ഥാനമുണ്ട്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. നമുക്കതൊന്നും നമ്മുടെ റീച്ചിലുള്ളതല്ല, ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് യന്ത്രം, മന്ത്രം, തന്ത്രം. യന്ത്രവും ദേവി തന്നെ, മന്ത്രവും ദേവി തന്നെ, തന്ത്രവും. തന്ത്രം എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന രീതി. ഈ യന്ത്രത്തിൽ ഈ മന്ത്രം കൊണ്ട് ഒരു ദേവതയെ ആവാഹിച്ച് അത് എങ്ങനെ പൂജിക്കണം എന്നുള്ള ഓരോന്നിനും ഓരോ വിധിയുണ്ട്. പൂജ ഓരോന്നിനും ഓരോ വിധി പൂജ. അങ്ങനെ മഹായന്ത്രായ നമഃ. ശ്രീചക്രം, പത്മചക്രം തുടങ്ങിയതെല്ലാം നേരത്തെ പറഞ്ഞു തന്നെ. മഹാസനായ നമഃ. പരമമായ ആസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. പരമമായ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തി. അതിനേക്കാൾ ഒരു സ്ഥാനമില്ല. അതാണ് നമ്മൾ ജീവന് കിട്ടുന്ന ഏറ്റവും വലിയ പരമമായ സ്ഥാനം. മഹായാഗ ക്രമാരാധ്യായ നമഃ. മഹായാഗത്തിന്റെ രീതിയിൽ ആരാധിക്കേണ്ട ദേവിക്ക് നമസ്കാരം. 64 യോഗിനിമാരുടെ പുലിയോടുകൂടിയ ഒരു ആരാധനാ രീതിയാണ് മഹായാഗം. ഇതെല്ലാം ദേവി ഉപാസന ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളും അവർക്ക് ഉപദേശമായി കിട്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ മഹായാഗമെല്ലാം. നമ്മളെപ്പോലെ സാധാരണ ആളുകൾക്ക് നമുക്കെല്ലാം ഒരു അർത്ഥവർത്തനം ചെയ്യാം. വെളുപ്പേറെ സഹസ്രനാമം കേട്ടാക്കുന്ന അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം തീവ്രമായ ഉപാസനയാണ്. അത് വളരെ വളരെ അതിൽ നിഷ്ഠകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. മഹാഭൈരവ പൂജിതായ. മഹാഭൈരവനാൽ പൂജിക്കപ്പെട്ടവൾ. മഹാഭൈരവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരമേശ്വരനാൽ പൂജിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മത്തെ, പാർവതിയാണ്. പാർവതിയെ പരമേശ്വരൻ പൂജിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കുന്നത്. പരമേശ്വരന്റെ ശക്തി പാർവതി. ആ പരമേശ്വരനും പാർവതിക്കും ശക്തി കൊടുക്കുന്നത് ആ ബ്രഹ്മം. പരമേശ്വരനാൽ പൂജിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ പൂജിക്കുന്നത്. മഹേശ്വര മഹാകൽപ്പ മഹാതണ്ഡവ സാക്ഷിണ്യ നമഃ. കൽപ്പാന്തത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിനുള്ളിലാക്കി ആത്മത്വമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ട പരമേശ്വരൻ ആനന്ദഭക്തനെ നൃത്തമാടുമ്പോൾ അത് കാണാൻ ദേവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം സമുദ്രത്തിനടിയിൽ പോകും. അതാണ് സൗന്ദര്യം പറഞ്ഞു, അമൃതം കഴിച്ച് ദേവന്മാരെല്ലാം മരിച്ചുപോയി, ഇല്ലാതെ. പക്ഷേ വിഷം കഴിച്ച പരമേശ്വരൻ മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു. കാരണം താളങ്ങളുടെ മഹിമ, ഇതിന്റെ കാതുകളുടെ തോടിന്റെ മഹിമ. കാരണം പരമേശ്വരനും ഇല്ലാതായാൽ ദേവിയുടെ കാതുകളുടെ തോട് താഴെ ഇറങ്ങും. മംഗള ചിഹ്നമാണ് തോടല്ല. അങ്ങനെ തോടില്ലാത്തൊരു അമംഗളരൂപമായിട്ട് ദേവിയെ സങ്കല്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിന്റെ താളങ്കത്തിന്റെ മഹിമ കൊണ്ടാണ് പരമേശ്വരൻ മാത്രം ഇരുന്നു പറയുന്നത്. സംഭവം സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിങ്ങനെ പറഞ്ഞ മാതിരി ആ തിരോധാനം ഒതുങ്ങിക്കഴിഞ്ഞാൽ മഹാപ്രളയം, കലിയുഗ അവസാനം 4,32,000 വർഷം, 5,600 കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട്. എല്ലാ സമുദ്രവും ഒരേ സമയത്ത് വീരും, എല്ലാം സമുദ്രത്തിനടിയിൽ പോകും. അത് കഴിഞ്ഞ് അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും ഇതെല്ലാം ആവർത്തിക്കും. ഇത് രാമാവതാരം, ത്രേതായുഗം, എല്ലാ യുഗലാരും. അതുകൊണ്ട് ഇതിഹാസം എന്ന് പേര്. രാമായണ മഹാഭാരതം രണ്ടും ഇതിഹാസമാണ്, പുരാണമല്ല. പുരാണം ആളുകൾ പറഞ്ഞാൽ അത് ശരിയല്ല. പുരാണം എന്ന് പറഞ്ഞാൽ എന്നോ നടന്നത് നമുക്ക് അവര് ദൃഷ്ടിയിൽ കണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ് പുരാണം. പഴയത് പുരാണം എന്ന് പറഞ്ഞാൽ പഴയതെന്നുള്ള അർത്ഥമില്ല.
ഇതിഹാസം സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ് എന്നും നടക്കുന്ന കാര്യം. മഹാഭാരതം നമ്മുടെ ഉള്ളിലുള്ള നല്ല ഗുണങ്ങൾക്കും ചീത്ത ഗുണങ്ങൾക്കും തമ്മിലുള്ള പോരാട്ടം, മാനസിക സംഘർഷം. ഇതാണ് മഹാഭാരത യുദ്ധം. അടുത്ത സെറ്റ് തുടങ്ങുമ്പോൾ അടുത്ത ഹൃദയവും തുടങ്ങും. അത് ഇതുപോലെ എല്ലാം വരും. ഇതേമാതിരി എല്ലാം ആവർത്തിക്കും. ആ കലിയുഗത്തിലും ഇതുപോലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വരും, ഇതുപോലെ കൈലാസനാഥനും വരും, ഇതുപോലെ നിങ്ങളിപ്പോൾ ആളുകളും വരും. എല്ലാവരും ഇത് തന്നെ കേൾക്കും. ചിലപ്പോൾ നമ്മളായിരിക്കും, അല്ലെങ്കിൽ വേറെ ലോകത്തിലുള്ള ആളുകളായിരിക്കും. ഇതേ ഒരു വ്യത്യാസം. ഇതാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അങ്ങനെ എല്ലാം സമുദ്രത്തിനടിയിൽ പോയി മഹാതാണ്ഡവ നൃത്തം പരമേശ്വരൻ ചെയ്യുന്ന സമയത്ത് സാക്ഷിയായി ഇരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ദേവി. കാരണം എന്താ? ആ ശക്തിയാണ് പരമേശ്വരൻ നൃത്തം ചെയ്യിക്കുന്നതും അടുത്ത സൃഷ്ടിക്ക് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതും വിഷ്ണുവിനെ സൃഷ്ടിക്കുന്നതും രുദ്രനെ സൃഷ്ടിക്കുന്നത്. അവരുടെ ശക്തിയായി ദുർഗാരക്ഷസനെ സൃഷ്ടിക്കുന്നത്, മറ്റെല്ലാ ദേവതാ സ്വരൂപങ്ങളായി മാറുന്നത്. ആ ശക്തി എന്നും ഉണ്ടാവും. അതാണ് നമ്മുടെ അർത്ഥം. അതുകൊണ്ട് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണേ നമഃ, മഹാകാമേശ മഹിഷ്യേ നമഃ. പരമേശ്വരന്റെ പട്ടമഹിഷി ചിതകിന്റെ കുണ്ടത്തിൽ ജനിച്ച ദേവി മണിദ്വീപത്തിൽ വെച്ച് പരമേശ്വരനെ പരിണയിച്ചു എന്നാണ് കഥ. അങ്ങനെ കാമേശ്വരൻ കാമേശ്വരി എന്ന ഒരു കോൺസെപ്റ്റിലാണ് പറയുന്നത്. ഈ ദേവിയുടെ കാന്തൻ മഹേശ്വരന്റെ പത്നി മഹാത്രിപുരസുന്ദരിയെ നമഃ. മഹാത്രിപുരസുന്ദരി ദേവിക്ക് നമസ്കാരം. അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയുക, ഇത് മൂന്നും ചേർന്നതാണ് ത്രിപുടി. അതാണ് നമ്മൾ ധ്യാനരൂപായി. ദേവി തന്നെ ദേവിയായി ഇരുന്നു കൊണ്ട് ദേവിയെ ധ്യാനിക്കുന്നു. എന്താർത്ഥം? ഒന്നേ ഉള്ളൂ അല്ലെ? ധ്യാനിക്കുന്നവനും ദേവി, ധ്യാനിക്കപ്പെടുന്നതും ദേവി, ചെയ്യുന്ന ധ്യാനവും ദേവി എന്ന് പറഞ്ഞാൽ ദേവി അല്ലാത്ത ഒന്നുമല്ല. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എപ്പോഴും അങ്ങനെ എടുക്കണം കേട്ടോ. ദേവനില്ലേ സംശയമേ പറയരുത്. ബ്രഹ്മത്തിനൊരു പേര് കൊടുക്കുന്ന അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. മഹാത്രിപുരസുന്ദരിയെ നമഃ. അങ്ങനെയാണ് ത്രിപുരസുന്ദരി, ത്രിപുരം എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം അതാണ്. ആ ത്രിപുടിയുടെ പ്രകാശമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതാണ് ദേവിക്ക് ത്രിപുരസുന്ദരി പേര് വരാൻ കാര്യം. ചതുഷ്ടുപചാരാധ്യായ നമഃ. 64 കലകൾ ഉണ്ട്. 64 വിധമായ രീതിയിൽ വേണം ദേവിയെ നമ്മൾ പൂജിക്കാൻ, ആരാധിക്കാൻ. നമുക്കതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഷോഡശോപചാര പൂജ 16 ചെയ്യുന്നുള്ളൂ. 64 ഇതിൽ ഉപചാരങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ വേണം എന്നും ആരാധിക്കാൻ സാധിക്കുമോ? 12 രാഗത്തിന് 12 രാശിക്ക് 12 രാഗം. ഓരോ രാശിക്ക് ഓരോ രാഗം വായിക്കണം. അത് വലിയ ക്ഷേത്രങ്ങൾ കുംഭാഭിഷേകം നടക്കുമ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരു തന്ത്രിയാണ് വരുന്നെങ്കിൽ ഇതെല്ലാം വായിക്കാൻ കഴിവുള്ള നാദസ്വര സെറ്റിനെ കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ആദ്യം പാടിക്കൊടുക്കും. അത് ഒരു രാശി മാത്രമേ എനിക്കറിയാം. വൃശ്ചിക രാശിക്ക് ഭൈരവി. അവർ പറഞ്ഞപ്പോൾ എനിക്ക് അത് മാത്രം ഓർമ്മ വന്നതാണ്. ഞാൻ നിൽക്കേണ്ട നക്ഷത്രം വൃശ്ചിക രാശി ആയതുകൊണ്ട്. എന്നിട്ട് ഞാൻ പോയി ചോദിച്ചു, ബാക്കി 11 എഴുതി തരാമോ എന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. 12 വർഷം ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്വാധ്യായ പ്രവചനം. അത് തന്നിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് അത് മനസ്സിലാവും. എന്തെങ്കിലും കിട്ടും. ബുക്കിലൊന്നും ഇല്ല. ഇതൊക്കെ ആന്തരികമായിട്ടുള്ളതാണ്. അപ്പൊ അയാൾ വന്നു കഴിഞ്ഞാൽ ഭൈരവിയുടെ രാഗം അയാൾ ആ ആരോപണവരോട് എടുത്തു കൊടുക്കും. അതേപോലെ നാടസ്വരം വായിക്കും. വൃശ്ചിക രാശി കഴിഞ്ഞാൽ അടുത്ത രാശിക്ക് ഇങ്ങനെ 12 രാശികൾക്ക് 12 രാഗം, നൃത്തം, എല്ലാ വാദ്യഘോഷം, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് 64 ഉപചാരങ്ങൾ. അതാണ് ചതുഷ്ടുപചാരാധ്യായ നമഃ എന്ന് പറയുന്നത്. നമുക്കതൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ആദിശങ്കരൻ ശിവമാനസ പൂജ എന്ന് പറഞ്ഞ് തന്നത്. ഇതൊന്നും വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റൂല. സ്വർണ്ണ പാത്രത്തിൽ ഒറിജിനൽ പശു നെയ്യുള്ള പായസം, രത്നം കൊണ്ടുള്ള ഇരിപ്പിട, ഒറിജിനൽ ഗംഗാനദി ജലം കൊണ്ട്, നല്ല റോസാപ്പൂവിൽ നിന്ന് കിട്ടിയ പരിധ കൊണ്ട് അഭിഷേകം, എല്ലാം തരം പരമേശ്വര എങ്ങനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. കാരണം ശിവമാനസ പൂജയിൽ പറഞ്ഞ പൂജ ചെയ്യണമെങ്കിൽ ലോകത്തുള്ള സ്വത്ത് മുഴുവൻ സ്വരൂപിച്ചാലും സാധിക്കില്ല. മനസ്സുകൊണ്ട് ചെയ്യാം. എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, മനസ്സുകൊണ്ട് ഒരു കുതിരയിൽ ജലം ഇട്ടാലും അത് പരിവേദനായിട്ട് മാറും. ആ മനസ്സുണ്ടെങ്കിൽ. മനസ്സില്ലാതെ ഞാനാണ് ചെയ്യുന്നുള്ള അഹങ്കാരത്തിൽ പരിവേദ കൊണ്ട് ഇട്ടാലും പച്ചവെള്ളത്തിന് വില പോലും അതിന് ഇല്ല. ഇതാണ് ശിവമാനസം.
ആന്തരികമായ പൂജയ്ക്കാണ് ബാഹ്യമായ പൂജയേക്കാൾ ശക്തി എന്നാണ്. ഇതേപോലെ ദേവിക്ക് പൂജയ്ക്കുമുണ്ട് മാനസികമായ പൂജയുണ്ട്. അതിൽ ഇതെല്ലാം പറയുന്നു. അങ്ങനെ 64 കലകളോട് കൂടിയത് ചതുഷ്ഷഷ്ടി കലാമയീ നമഃ. 64 കല എന്ന് പറഞ്ഞാൽ തന്ത്രം എന്ന് അർത്ഥമുണ്ട്. 64 തന്ത്രങ്ങൾ ഇതെല്ലാം ദേവി ആരാധന താന്ത്രികമായ കാര്യങ്ങളാണ്. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിതായ നമഃ. 64 കോടി യോഗിനി ഗണങ്ങളാൽ പരിസേവിക്കപ്പെട്ടവൾ. ശ്രീചക്രത്തിൽ 9 ആവരണമുണ്ട്. ഓരോന്നിലും 8 മാതൃക ശക്തികളും അവർക്ക് ഓരോന്നിലും 8 യോഗികളും. അങ്ങനെയാണ് 64 യോഗികൾ വരുന്നത്. ഈ സഹസ്രനാമത്തിൽ ആദ്യം ഭാഷ്യം എഴുതിയത് ഭാസ്കരാചാര്യരാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ ചോദിച്ചു, 64 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, അനന്ത ശക്തികൾ, അവരത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ? അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ബലത്തിൽ മനസ്സിൽ ധ്യാനിച്ചു, 64 രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ഈ ഭാഷയെ പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ പുസ്തകത്തിൽ അച്ചടിച്ച് നോക്കി വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്. എത്രയോ ജന്മങ്ങളെടുത്ത് എത്രയോ വർഷം തപസ്സിരുന്ന് അവർ മനസ്സിലാക്കിയ വസ്തുക്കളാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. മനുവിദ്യായ നമഃ, ചന്ദ്രവിദ്യായ നമഃ, ചന്ദ്രമണ്ഡല മധ്യകായ നമഃ. മനുവിനാൽ ഉപാസിക്കപ്പെട്ട ദേവി. മനു ഉപാസിക്കുന്ന രീതിക്ക് മനുവിദ്യ, ചന്ദ്രൻ ദേവിയെ ഉപാസിക്കുന്നതിന് ചന്ദ്രവിദ്യ. ചന്ദ്രമണ്ഡല മധ്യകായ, ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ. സഹസ്രാര പത്മത്തിന്റെ നടുവിലാണ് ചന്ദ്രമണ്ഡലം. ചന്ദ്രൻ, സൂര്യൻ എന്നൊക്കെ വേദത്തിൽ പറയുന്നതും ശാസ്ത്രത്തിൽ പറയുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂര്യനും ഈ ചന്ദ്രനും അല്ല. ഏതൊക്കെ ഒരു പ്രയാസം തോന്നും. മറ്റു മതക്കാരൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റൂല. നമ്മളെല്ലാം ശിവനെ ചന്ദ്രചൂടൻ എന്ന് പറയുന്നു അല്ലെ? ചന്ദ്രനെ ചൂടിയവൻ. ആ ചന്ദ്രനിലെ ആംസ്ട്രോങ് പോയി ഇറങ്ങിയത്. അപ്പൊ ശിവന്റെ തലയിൽ ആംസ്ട്രോങ് ചവിട്ടി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ലെന്ന് തർക്കിക്കാനും പറ്റൂല. ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ. ആംസ്ട്രോങ്ങിനെ ആരും പിന്നെ കണ്ടിട്ടില്ല, അത് വേറെ വിഷയം. ഇറങ്ങി തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒരു കല്ല ഒരുപാട് ആംസ്ട്രോങ് പോയി ഇറങ്ങട്ടെ. ഇപ്പൊ ചന്ദ്രയാനം എല്ലാം എല്ലാവരും എല്ലാം പോട്ടെ. അതും പരമേശ്വരന്റെ ശിരസിലുള്ള ചന്ദ്രനും തമ്മിൽ ഒരു ബന്ധവും. പിന്നെ എന്തുകൊണ്ട് ഒരു ചന്ദ്രന്റെ പേര് വന്നു? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രമാ മനസോ ജാത. ലളിതാസഹസ്രം അർത്ഥം പറയുന്നത് മാത്രമല്ല, വിഷയങ്ങൾ നമ്മൾ അറിയണം. മനുഷ്യന്റെ മനസ്സാണ് ചന്ദ്രൻ. മനുഷ്യന്റെ മനസ്സ് എങ്ങനെ ഇരിക്കും? എപ്പോഴും ഒരുപോലെ ഇരിക്കും. നല്ല സന്തോഷമായിരിക്കും, പൂർണ്ണ മനസ്സായിരിക്കും. തിരുവോണത്തിന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. അതിന് 3-4 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സ്. ഈ മാറ്റങ്ങൾ പുറത്തുള്ള ഗോളത്തിന് വരുന്നുണ്ട്. അതിന് ചന്ദ്രന്റെ പേര്. അപ്പൊ സൂര്യൻ എങ്ങനെയാണ്? സൂര്യ ആത്മാ സ്വയം പ്രകാശം. ആ ആത്മാവ് സ്വയം പ്രകാശത്തിലാണ് സൂര്യന് പ്രകാശം കിട്ടുന്നത്. ആ സൂര്യനിൽ നിന്നാണ് ബാക്കിയുള്ളവർക്ക് പ്രകാശം കിട്ടുന്നത് നമ്മൾ ലൗകികമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആ ഗോളത്തിന് സൂര്യൻ എന്ന പേര്. ചന്ദ്രമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. സിമ്പിൾ മീനിങ് ആണ്. അതായത് ഈ ചന്ദ്രമണ്ഡലത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ISRO വിട്ട റാക്കറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ദേവിയുടെ പടം വരണ്ടേ? ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നാസ്തികൾ സംസാരിക്കുകയാണെന്ന് തോന്നും. അതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ പറയാം, നിങ്ങൾ എന്ത് വേണ്ടി വിട്ടോളൂ, ഇതൊന്നും ശിവന്റെ തലയിലില്ല. ബ്രഹ്മാവിന് പോലും കാണാൻ പറ്റാത്തതാണ് ശിവന്റെ ജലയുടെ അഗ്രം. മഹാവിഷ്ണു പോലും കാണാൻ പറ്റാത്തതാണ് പാദത്തിന്റെ അഗ്രം. ഇത് നമ്മുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നമ്മുടെ സാധാരണ ആളുകൾ ഉണ്ടാക്കുന്ന റാക്കറ്റ് പരമേശ്വരന്റെ തലയിൽ നിൽക്കും? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, മനുഷ്യ മനസ്സ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മ. അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നവൾ, ചന്ദ്രമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ചാരുരൂപായ അതിമനോഹരമായ ദേവിക്ക് നമസ്കാരം. അഴക് സ്വരൂപം ദേവി അല്ലേ? അലങ്കാരം ചെയ്തത് എത്ര നന്നായിരിക്കും. എന്തെല്ലാം വിധത്തിൽ നമുക്ക് അലങ്കാരം. ഓരോ ദേവിയുടെ രൂപങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ ദിവസം ഈ കർക്കിടക മാസം ആടിച്ചൊവ്വ എന്ന് പറയുന്നുണ്ട്. കരവാണ ക്ഷേത്രത്തിലൊക്കെ ആ ദേവിക്ക് ഓരോ ദിവസം ഓരോ രൂപം ചെയ്യുന്നില്ല. നവരാത്രി 9 ദിവസം 9 രൂപമാണ്. ചിലത് മഹാലക്ഷ്മിയെ പോലെ, ചില ഗജലക്ഷ്മി ആയിരിക്കും, ചിലത് സരസ്വതി ദേവി ആയിരിക്കും. ശരിക്കും സരസ്വതി ദേവി പോലെ വെറും വിഗ്രഹമാണ്. അതിന് സാധനം വീണയൊക്കെ ഉണ്ടാക്കി, ചെറിയൊരു വീണയൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ അലങ്കാരം ചെയ്ത് അലങ്കാരത്തിൽ കാണുമ്പോഴാണ് സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ സന്തോഷം ഒഴിവാക്കുന്നു.
ചാരുഹാസായി എന്ന അതിമനോഹരമായി പുഞ്ചിരിക്കുന്നവൾ ദേവി. നമുക്ക് ഏത് ദേവതാ സ്വരൂപം എടുത്താലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേഷ്യം എന്നുള്ളത് ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ കാര്യം. ചാരുചന്ദ്ര കലാധരൻ മനോഹരമായി ചന്ദ്രക്കലയെ ധരിച്ചവൾ. ചന്ദ്രക്കല ശിവനല്ലേ? ശിവൻ വേറെ ശക്തി വേറെ ഇല്ലല്ലോ, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ചന്ദ്രക്കലയെ ധരിച്ചു. നോക്കൂ, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണെന്ന് പറഞ്ഞാൽ പരമേശ്വരൻ നമ്മുടെ മനസ്സിന് എവിടെയാ സ്ഥാനം കൊടുത്തിരിക്കുന്നത്? തന്റെ ശിരസിൽ. തലയിൽ തൊക്കി വെച്ച് ആടുന്നു പറയില്ലേ? ശരിയാ. ഭക്തനെ എല്ലാം തന്റെ തലയിൽ വെച്ചാണ് ഭഗവാൻ ആനന്ദിക്കുന്നതെന്ന് അർത്ഥം. അത്ര കണ്ട് കരുണാനിധിയാണ്, ദയാലുവാണ്, നമ്മൾ അനുഗ്രഹിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. അതാണ് ചന്ദ്രക്കല. പാർവതി ഹിമോത്പുത്രിയായ പാർവതി ഒരു പര്യായം. ചക്രരാജ നികേതനായ ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ. ചരാചര ജഗന്നാഥായ ചരവും അചരവുമായ ജഗത്തിനെല്ലാം ലാഭയായവൾ. ചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്, അചരം എന്ന് പറഞ്ഞാൽ ചലിക്കാതെ. അല്ലെ? മരങ്ങൾ, ചെടികളിലൂടെ ചില ചെടികൾ വള്ളിയാണെങ്കിൽ സഞ്ചരിക്കും, മരങ്ങളൊന്നും സഞ്ചരിക്കില്ല, അചരമാണ്. ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കൾക്ക് നാഥ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ജീവനുണ്ടോ, ഏതെല്ലാം വളരുന്നുവോ, ആഹാരം കഴിക്കുന്നുവോ, പ്രത്യുത്പാദനം ചെയ്യുന്നു, അതെല്ലാം ജീവൻ. അതാണ് ജന്തുക്കൾ. ജന്തു എന്ന് പറഞ്ഞാൽ മൃഗം അർത്ഥമല്ല, ജീവനുള്ളതെല്ലാം ജന്തുക്കൾ. എല്ലാ ജീവനുള്ള വസ്തുക്കളിലും ജീവനായിരിക്കുന്നത് ആ ബ്രഹ്മം. ലളിതാസഹസ്രമായതുകൊണ്ട് ദേവി എന്ന് പറയുന്നത്. പാർവതിയനുമ പത്മനയനായനുമ താമര പോലെ മനോഹരമായ കണ്ണിലുള്ളവൾ. ആകൃതിക്ക് വേണ്ടി താമര, ഗുണത്തിലും താമര എന്ന് പറയും. താമര എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞ മാതിരി ഒട്ടലില്ലാത്ത, അറ്റാച്ച്മെന്റ് ഇല്ലാത്തതാണ് താമര. വെള്ളത്തിൽ മുക്കി നോക്കി താമര നനയത്തില്ല. ചെറിയ വിളരും താമരയിൽ ചെറിയ പതിക്കും. അതാണ് ഒട്ടലില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ. ദേവിക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഇവൻ വേണ്ടവൻ, വേണ്ടാത്ത പത്രം, അങ്ങനെ ഒന്നുമില്ല. നമ്മളാണ് സ്ഥലവാസി, അവൻ ഇവൻ ഒക്കെ പറയുന്നത്. ദേവിയുടെ മുമ്പിൽ എല്ലാം ഒന്ന് തന്നെയാണ്. പത്മനായന പത്മരാഗ സമപ്രഭായന, പത്മരാഗം വരെ ശോഭിക്കുന്ന ദേവി. പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂവും നമ്മൾ ഫസ്റ്റിൽ കണ്ടു അല്ലേ? പ്രതിഫലന ശേഷിയിൽ അത്യധികം ഉയർത്തിരിക്കുന്നതാണ് പത്മരാഗം. ആ പത്മരാഗം പോലെ പ്രകാശിക്കുന്ന കവിളോട് കൂടിയവൾ എന്നാണ് നമ്മൾ അതിൽ കണ്ടത്. ഇവിടെ എന്താണ് പത്മരാഗത്തെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉപരിയായി ഇരിക്കുന്നവൾ ദേവി എന്നർത്ഥം. പഞ്ചപ്രേതാസനാസീനായ 5 പ്രേതങ്ങളെ ആസനമായി കൊണ്ടവൾ. എങ്ങനെ പറഞ്ഞു? പ്രേതം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എങ്ങനെ ഇത് പ്രേതം എന്നായി? 4 മൂലയ്ക്ക് ഒന്ന് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. നമ്മൾ അങ്ങനെയാണ് ബ്രഹ്മരൂപ ഗോവിന്ദരൂപി സംഭ്രാന്തരൂപ തിരോധാനം സദാശിവാനുഗ്രഹ പഞ്ചകൃത്യ പരായണ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം കഴിഞ്ഞു. അനുഗ്രഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതാണ് മഹാപ്രളയകാലം. അപ്പൊ മഹാപ്രളയകാലത്ത് എല്ലാം അണ്ടചരാചരങ്ങളും സമുദ്രത്തിനടിയിൽ പോകുമ്പോൾ ഇതെല്ലാം തന്റെ ഉള്ളിൽ വെച്ച് ഗർഭത്തിലുള്ള ശിശുവിനെ എങ്ങനെ ഒരു അമ്മ സംരക്ഷിക്കുമോ അതേപോലെ എല്ലാവരും സംരക്ഷിക്കുന്നവളാണ് ദേവി. അടുത്ത സെറ്റിൽ തുടങ്ങുമ്പോൾ അന്ന് ഇരുന്ന ആ ജീവൻ എത്ര വർഷം ഇരിക്കുന്നു, അവരുടെ പാപപുണ്യ ഫലം അനുസരിച്ച് അടുത്ത പിറവി ഉണ്ടാകും. ഇതാണ് നമ്മുടെ ശാസ്ത്രം. അതാണ് പൂർവ്വജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നത് ഹിന്ദു മതം എന്ന് പറയാൻ കാര്യം. 4 വയസ്സ് കുട്ടി ഭംഗിയായിട്ട് കച്ചേരി ചെയ്യുന്നു, രാഗം പാടുന്നു എന്ന് പറഞ്ഞാൽ 4 വയസ്സ് എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും? പൂർവ്വജന്മ വാസനയാണ്. പൂർവ്വജന്മം ഇല്ല എന്ന് പറയാൻ പറ്റും. പൂർവ്വജന്മവും പുനർജന്മവുമാണ് ഹിന്ദു മതത്തിന്റെ വിശ്വാസം. അപ്പോ ഇവിടെ സൃഷ്ടി കഴിഞ്ഞു, സ്ഥിതി കഴിഞ്ഞു, സംഹാരം കഴിഞ്ഞു, മഹാപ്രളയമായി. ആ തിരോധാനം മറ നീങ്ങി ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് വന്നത്. കാരണം അവിടെ വേറെ ഒന്നുമില്ല, ഇനാക്റ്റീവ് സ്റ്റേജാണ്. അനുഗ്രഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ സൃഷ്ടിയില്ല, സ്ഥിതിയില്ല, സംഹാരമില്ല, തിരോധാനം നീങ്ങി അനുഗ്രഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഒന്നുമില്ലാത്ത അവസ്ഥ. അതാണ് പ്രേതം എന്ന് പറയുന്നത്. 5 പ്രേതങ്ങൾ ആശ്രമമായി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഈ 5 കാര്യവും ചെയ്യുമ്പോഴും ഇനാക്റ്റീവ് സ്റ്റേജിലും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ട്, അത് ബ്രഹ്മം. അതുണ്ടെങ്കിൽ അടുത്തതുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ എത്ര നെല്ല് നമ്മൾ കൃഷി ചെയ്തെടുത്താലും നമ്മുടെ ആവശ്യത്തിനല്ലാതെ കുറച്ച് മാറ്റി വെക്കും. എന്തിനാണ്? വിത്ത്. അത് പാകി വേണം അടുത്ത കൾട്ടിവേഷൻ നമുക്ക് നടത്താം. ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുകയുള്ളൂ.
ആ ശക്തിയാണ് ദൈവം. അതാണ് 5 പ്രേതങ്ങളെ ആസനമായി കൊണ്ടുവന്ന് പറയുന്നതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി പ്രേതം എന്നുള്ളതല്ല. പ്രേതം എന്നുള്ള വാക്കുകളുടെ അശുദ്ധിയാണ് എന്ന് പറയും. ഇവിടെ നമ്മൾ നല്ല കുളിച്ച് ശുദ്ധമായി ഇരുന്നിട്ട് ആ വിളക്കിൽ വെച്ച് പൗരസേകർ അക്കറുള്ള പപ്പമൊക്കെ ഇട്ട് നവാവരണ പൂജയെല്ലാം ചെയ്ത് ദേവി ആരായിച്ച് അതിൽ അർച്ചിക്കുന്നതാണ്. പഞ്ചപ്രേതാസനാസീനായ നമഃ പഞ്ചബ്രഹ്മസ്വരൂപിണി നമഃ അർച്ചിക്കുന്നത്. അവിടെ അശുദ്ധ വരൂല്ലേ? അവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരേ വാക്കിൽ പല അർത്ഥങ്ങൾ കാണും. 5 ഭേദങ്ങൾ ആസമായി കൊണ്ടുവന്ന് പറഞ്ഞാൽ സൃഷ്ടി സമ്മാനത്തുള്ളതാണ് അനുഗ്രഹം. ഇതാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ പഠനങ്ങൾ കണ്ടു കാണും. 4 ദേവി ഇരിക്കുന്ന കട്ടില് 4 കാലില്, ഒന്ന് ബ്രഹ്മാവ്, ഒന്ന് വിഷ്ണു, ഒന്ന് രുദ്രൻ, ഒന്ന് ഈശ്വരൻ, ആ സദാശിവന്റെ പലക, അതിന് ശിവം എന്ന മഞ്ചൽ, അതിന്റെ പുറത്ത് ദേവി ഇരിക്കുന്ന മാതിരി പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാത്തിലും ഉപരിയായിരിക്കുന്നത് ദേവി എന്നർത്ഥം. പഞ്ചബ്രഹ്മ സ്വരൂപിണ്യേ നമഃ. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിക്കുന്നതാണല്ലോ ബ്രഹ്മ. ഒരു കാര്യം ചെയ്യുന്നത്. ഈ 5 ബ്രഹ്മാവിന്റെ സ്വരൂപത്തിലിരിക്കുന്നത് ദേവി തന്നെയാണ്. ചിന്മയേ നമഃ. ശുദ്ധബോധ സ്വരൂപിണി. ചിത്തം എന്ന് പറഞ്ഞാൽ ബോധം. ബോധമാകുന്ന അഖിലകുണ്ടത്തിൽ നിന്നാണ് ജനിച്ചത് എന്നർത്ഥം. പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മമാണ് സത്യം എന്നുള്ള ബോധം നമുക്ക് വരുമ്പോൾ ആ ബോധത്തിലൂടെ നമുക്ക് ഈശ്വരിയെ മനസ്സിലാക്കാൻ സാധിക്കും. പരമാനന്ദായ നമഃ. പരമമായ ആനന്ദമാകുന്ന ദേവിക്ക് നമസ്കാരം. പരമാനന്ദം മോക്ഷം, അതാണ് മോക്ഷം, പരമാനന്ദം. വിജ്ഞാനഗണ രൂപിണ്യേ നമഃ. പരമമായ വിജ്ഞാനസാരം കൊണ്ടുള്ള ദേവി. വിജ്ഞാനഗണം സാന്ദ്രമായ ചൈതന്യം എന്നർത്ഥം. ജീവസമഷ്ടി എന്നർത്ഥം. സാന്ദ്രമായ ചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ആ ഈശ്വരന്റെ അംശം തന്നെയാണ്. അതാണ് ജീവബ്രഹ്മൈക്യം. 26 ബ്രഹ്മത്തിൽ നിന്നും പുറത്തു വന്ന് 84 ലക്ഷം പ്രാവശ്യം ജനിച്ച് ആ ജീവൻ ബ്രഹ്മത്തോടെ ചേരും. അതാണ് മോക്ഷം. അതാ പറഞ്ഞ എല്ലാവർക്കും മോക്ഷം കിട്ടും, ആരും കഴിക്കും. നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ വീട്. അതാണ് യഥാർത്ഥ വീട്. അതാണ് ഇതിന് ഈ ജന്മത്തിലുള്ള വീട്. അടുത്ത ജന്മം എടുക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധി വരില്ല. എന്തുകൊണ്ട് നമുക്ക് ആ ഓർമ്മ വരുന്നില്ല? ആ ഓർമ്മ വന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു അറിഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ ഈ കുടുംബത്തിലൂടെ ഇരിക്കും, അവിടെ അന്വേഷിച്ച് പോകും. അപ്പൊ എങ്ങനെ അത് ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് ഷഡവായു ഒരു വായു ഫാമാവും. അത് തലയ്ക്ക് ഓങ്ങി ഒരു അടി അടിച്ചാണ് ആ കുട്ടി വെളിയിൽ വരുന്നത്. തലയല്ല ആദ്യം വരും. ആ അടിക്കുന്ന സമയത്തെല്ലാം അതുവരെ പഴയ ഓർമ്മ അതിനുണ്ടാകും. ശിവാപരാധ ക്ഷമപണ സ്തോത്രം ശിവന്റെ ഉണ്ട്, വളരെ പ്രാധാന്യമറിയിക്കുന്ന ശ്ലോകമാണ്. അതിൽ പറയുന്നു, ആ ഗർഭത്തിലിരിക്കുന്ന ശിശു ചിന്തിച്ചു നോക്കും. ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്തെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ അറിയും, ഈശ്വരനെ അറിയും. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഇന്ന കാര്യങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഈ ജഡരാജ്ഞികൾ കിടന്നിങ്ങനെ നരകത്തിൽ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദേവ ഇനി അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് തരരുത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നതായിട്ടാണ് ശിവാഭിലാഷമാണ് വരുന്നത്. അപ്പോൾ പൂർവ്വജന്മവാസന കുട്ടിക്കുണ്ടല്ലോ. ഗർഭത്തിലുള്ള ശിക്ഷ ചെവികൾക്ക് അഭിമുഖിന്റെ കഥ നമുക്കറിയാം. അതുകൊണ്ടാണ് ഗർഭിണിയെ വെച്ചുകൊണ്ട് വഴക്കിടാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഇതെല്ലാം പറയുമ്പോൾ ആ കുട്ടി ഉള്ളിലിരുന്ന് ദുഃഖിക്കും. കഴിഞ്ഞ ജന്മത്തിന് എങ്ങനെയാ ഇനിയും വരുന്നത് ഇതുപോലൊരു കുടുംബത്തിലാണോ എന്നുള്ള തോന്നൽ വരരുത്. അത് സന്തോഷമായി ഇരിക്കണം. എങ്കിലേ അതിന് ആ പുറത്ത് വരുന്നത് വരെയുള്ള ഒരു സുഖം കിട്ടത്തുള്ളൂ. അതിനാണ് നല്ല നല്ല കാര്യം വീണമായി വീണാനാഥം അതെങ്ങനെ ക്ഷമ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മത്ത് അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ ദുഃഖമൊന്നും അതിനുണ്ടാവില്ല. നല്ല കാര്യങ്ങൾ ഈശ്വര കാര്യങ്ങൾ പറയണം. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. കൺഫേം ആയിക്കഴിഞ്ഞാൽ 45 കൺഫേം ആയിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ആ പെൺകുട്ടിക്ക് നല്ല നല്ല കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രഭാഷണങ്ങൾ, കാര്യങ്ങൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നാൽ അത് ജനിക്കുന്ന കുട്ടി ഇതിനെല്ലാം താല്പര്യമുള്ള കുട്ടിയായിട്ട് മാറും. അത് സന്തോഷിക്കും. ആ നല്ലൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത് പരമേശ്വരാണ്. അങ്ങനെ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ആ ധ്യാനത്തിൽ നിന്ന് ഇല്ലാതാവുന്നതാണ് ഷളവ അടിച്ചു വഴി വരുന്നത്. അതാണ് ചോദിക്കുന്നത് എവിടെ. അതാണ് ഏത് ജാതിയിൽ കുട്ടി ജനിച്ചാലും അമേരിക്കയിൽ ജനിച്ചാലും അവിടെ വേറെ കത്ത്. തിരുവനന്തപുരത്ത് ജനിച്ചാലും അത് എവിടെയെന്ന് ചോദിക്കില്ല. എല്ലാം വാ എന്ന് പറഞ്ഞാൽ എവിടെ. ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചല്ലോ ആ ബ്രഹ്മസ്വരൂപം എവിടെയെന്നാണ് അത് നോക്കുന്നത്. ഇത്ര രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അനുഭവിച്ചെഴുതി തന്നിട്ടുള്ളതാണ് നമ്മുടെ ഋഷികൾ. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്, ചെയ്യാൻ പോകുന്നതുമാണ്. അതുകൊണ്ട്
വിജ്ഞാനകര രൂപിണ്യേ നമഃ. പരമമായ ചൈതന്യം ആനന്ദം. ധ്യാനധ്യാത്തി ധ്യേയരൂപായ നമഃ. നേരത്തെ പറഞ്ഞ പോലെ ധ്യാനിക്കുന്നതും ദേവി തന്നെ, ധ്യാനിക്കപ്പെടുന്നതും ദേവി തന്നെ, ചെയ്യുന്ന ധ്യാനവും ദേവി തന്നെ. ദേവി തന്നെ ദേവിയായി ഇരുന്നുകൊണ്ട് ദേവിയെ ധ്യാനിക്കുന്നു. അതാണ് ന്യാസം. നമ്മള് ദേവി മഹത്വം ചെയ്യുമ്പോൾ കവചം അഗ്രഹം കീലകം വായിക്കുന്നില്ല. കവചം എന്തിനാണ്? പ്രൊട്ടക്ഷൻ. കാരണം ദേവി മഹാത്മ്യം എന്നുള്ളത് വളരെ 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 പ്രാധാന്യം വഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് പാരായണം ചെയ്യാൻ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശക്തികളെല്ലാം ഉണ്ടാവും. ദുഷ്ടശക്തികൾ ഒരുപാടുണ്ട്, ഇവിടെ കാണുന്നതിനേ ഉള്ളൂ. നല്ല ശക്തികൾ എത്രയോ നല്ല ശക്തികളും ഇത് കേട്ടുകൊണ്ടിരിക്കും. ഇതിൽ താല്പര്യമുള്ളവരല്ല. നമുക്ക് നമ്മുടെ ഈ ജന്മം തീർന്നാൽ അടുത്ത ജന്മം കിട്ടുന്നതിന് മുമ്പ് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ താല്പര്യമുള്ളതാണെങ്കിൽ ഇതുപോലെ എവിടെയെല്ലാം നല്ല കാര്യം നടക്കുന്ന അവിടെ പോയി ഭാഗവതം വായിക്കുന്നവരാണെങ്കിൽ ഭാഗവത സത്രത്തിൽ കാണും. ആത്മാവോളം കാണും എന്നാണ് അത് പറയുന്നത്. നമ്മുടെ ഇതെല്ലാം അനുഭവത്തെ ഋഷികൾ പറയുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സ്പിരിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് എനിക്ക് പറയാം. എൻ്റെ ഒരു ഗുരുനാഥനും ഞാനും തമ്മിലൊരു തർക്കം വന്നു. ഈ സ്പിരിറ്റിനെ ഉണ്ടെന്ന് പറയുന്നല്ലോ, എനിക്ക് കാണണം. അതാണ് അദ്ദേഹം കാണിച്ചു തന്നു. എൻ്റെ അച്ഛൻ്റെ സ്പിരിറ്റിനെ തന്നെ ഞാൻ കൊണ്ടുവന്നു സംസാരിച്ചു. അതെങ്ങനെ എനിക്ക് അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ABCD ഒക്കെ എഴുതിയിട്ട് കായം വെച്ച് രണ്ടുപേരത്തോടും അത് അങ്ങനെ പോലെ ഒരാൾ ഇരിക്കണം. അല്ലാതെ നമുക്ക് കൈവെച്ചാൽ ചിലപ്പോൾ കൈയെടുക്കാൻ പറ്റാതായിരിക്കും. അപ്പൊ എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം അറിയാവുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അത് എഴുതി കാണിച്ചു. എനിക്ക് ആദ്യം ജോലി തന്നത് ആരാണ്? അങ്ങനത്തെ അത് അറിയില്ല. കറക്റ്റായിട്ട് എഴുതി. അന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ട് ഞാൻ എന്നോട് തർക്കിച്ചു. ഇങ്ങനെയൊക്കെ പ്ലാനറ്റൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ അത് അതുപോലെ തന്നെ. അപ്പൊ അപ്പോഴാണ് പറയുന്നത്, ചോദിച്ചപ്പോൾ അതിനിപ്പോൾ അങ്ങയുടെ ബ്രദറെ വെച്ച് എവിടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്? പിന്നെ സ്ഥലത്ത് അവിടെ ഒരു സപ്താഹം നടക്കുന്നത് ഞാൻ കേൾക്കാൻ പോയി. എഴുതി കാണിക്കാൻ സംസാരിക്കാൻ പറ്റൂല. ആ ഗുരുനാഥൻ കള്ളം പറയില്ല, എനിക്കറിയാം. ഞാൻ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അത് എഴുതി കാണിക്കണമെങ്കിൽ വിശ്വസിച്ചല്ലേ പറ്റും. അതിന് ഒന്നും പ്രാവശ്യം ഞങ്ങൾ വെച്ചു. പിന്നെ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, അത് വേണ്ട, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അത് മോശമാണ്, ചെയ്യരുത്, വിട്ടേക്കണം. പിന്നെ അത് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ധ്യാനത്തെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈശ്വര വിചാരത്തോടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ജന്മം തീർച്ചയായിട്ടും ഇതിനേക്കാൾ നല്ലതേ വരികയുള്ളൂ. ആ ജന്മത്തിൽ ഈ നമ്മൾ ചെയ്ത ധ്യാനത്തിൻ്റെയൊക്കെ ഫലം നമ്മുടെ കൂടെ അവിടെ ഉണ്ടാകും. അത് കാര്യോർജ്ജത് വരികയും ചെയ്യും, പേടിക്കുകയും വേണ്ട. അതുകൊണ്ട് ധ്യാനിക്കുന്നത് നമ്മൾ തന്നെ, ചെയ്യുന്ന ധ്യാനവും ദേവി തന്നെ, ധ്യാനിക്കുന്ന വസ്തുവും ദേവി തന്നെ എന്ന് പറഞ്ഞാൽ ദേവിയായ ആ കവചത്തിൽ നിന്നാണ് പോയത്. ശരി, ആ ദുഷ്ടശക്തികൾ അതിൽ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കവചം. കവചം എന്ന് പറഞ്ഞാൽ ഷീൽഡ്. നമ്മൾ റെയിൻ ബോട്ട് എടുത്തില്ല, അതുപോലെ ആ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാ ദേവതയും നമ്മുടെ ശരീരത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ ദേവതാ സ്വരൂപമായി മാറിയിട്ടാണ് ദേവി മാർഗ്ഗ പാരായണം ചെയ്യുന്നത്. ധർമാധർമ്മ വിവർജിതായ ധർമാധർമ്മങ്ങൾക്ക് അതീതമായ ദേവിക്ക് നമസ്കാരം. ധർമ്മം അധർമ്മം ഇതെല്ലാം മായക്കുള്ളിലുള്ള നമുക്കാണ്. ദേവിയെ സംബന്ധിച്ച് ധർമ്മവുമില്ല അധർമ്മവുമില്ല. അപ്പൊ എന്തിനാണ് പരിത്രാണായ സാധൂനാം എന്ന് വന്നത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. പരിത്രാണായ ദേവാനാന്ന് പറഞ്ഞല്ലോ. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമാണ് യുഗി. ഇതെല്ലാം അതീതമാണ് ഈശ്വര സ്വരൂപം. ഇവിടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അധർമ്മത്തെ അഴിച്ച് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി അവതരിക്കുന്നു. ഇതെല്ലാം അതീതമാണ് ഈശ്വര സ്വരൂപം. വിശ്വരൂപായ പ്രപഞ്ച സ്വരൂപയാണ് ദേവിക്ക് നമസ്കാരം. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര സ്വരൂപം തന്നെയാണ്. അത് വിശ്വരൂപം എന്നാൽ എല്ലാം അതിനുള്ളിൽ അടങ്ങുന്ന താല്പര്യം. ജാഗരണ്യേന മഹാ ജാഗ്രതാവസ്ഥയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ജാഗ്രതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ നമ്മളിരിക്കുന്നത് ജാഗ്രതാവസ്ഥ. മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കും ആ ജാഗ്രതാവസ്ഥ. ആ ജാഗ്രതാവസ്ഥയിലുള്ള ജീവനെ വിശ്വൻ എന്നാണ് പേര്. 3 അവസ്ഥയുണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. 3 അവസ്ഥയുണ്ട്. സ്വപ്നത്തിലേക്കുമെന്നുള്ള സ്വപ്നാവസ്ഥയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അവിടെ സൂക്ഷ്മ ശരീരത്തോട് ബന്ധപ്പെട്ട പലതും സ്വയം സൃഷ്ടിച്ചു വരുന്നു. അതാണ് സ്വപ്നാവസ്ഥ. ഈ സ്വപ്നം എങ്ങനെ വരുന്നു? നമ്മൾ ജാഗ്രതാവസ്ഥയിലിരിക്കുമ്പോൾ എന്തെങ്കിലും കാണുകയോ ആഗ്രഹിക്കുകയോ നമ്മൾ ചെയ്തിരുന്നാൽ അത് മനസ്സിന്റെ ഒരു മൂലയിൽ അങ്ങ് കിടക്കും. എപ്പോഴെങ്കിലും വരുമ്പോൾ ആ ഒരു ഉണർവ് പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങും, മനസ്സ് മാത്രം ചലിക്കും. അതാണ് സ്വപ്നം.
അല്ലേ? സ്വപ്നത്തിൽ കാണുമ്പോൾ വേഗമായിരിക്കും, ക്ലിയർ ആയിരിക്കില്ല. ഞെട്ടിയോട് കണ്ണു തുറന്നാൽ എല്ലാം മറഞ്ഞു പോകും. കാരണം ഇന്ദ്രിയങ്ങൾ കാണാൻ പറ്റില്ല. മനസ്സിന്റെ ചലനമാണ് സ്വപ്നം എന്നർത്ഥം. ആ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്ന ജീവന് തൈജസാത്മികൻ പേര്. സ്വപ്നാവസ്ഥ ജീവന് തൈജസന്റെ പേര്. സുപ്തായ നമഃ, ഗാഢനിദ്ര, നല്ല ഉറക്കം, സൗണ്ട് സ്ലീപ്പ് എന്ന് പറയും. മഴ പെയ്താലും അറിയില്ല, ഇടി വെട്ടിയാലും അറിയില്ല, കള്ളനകത്ത് കയറിയാലും അറിയില്ല, ചെന്നില്ല, കിടന്നതേ അറിയത്തുള്ളൂ. സുഖമായിട്ട് ഉറങ്ങും. ഉറങ്ങുമ്പോൾ മനസ്സ് ചലിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നില്ല. സുഖമായിട്ട് ഉറങ്ങി നമ്മൾ എങ്ങനെ പറയുന്നു അടുത്ത ദിവസം? ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇന്ദ്രിയം അടങ്ങിയിരുന്നാലും അവിടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഉള്ളിലുള്ള ആ ചൈതന്യം. ആ ചൈതന്യമാണ് അടുത്ത ദിവസം രാവിലെ ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി എന്ന് നമ്മളെ കൊണ്ട് പറയുന്നത്. അപ്പൊ നോക്കൂ, എപ്പോഴും നമ്മളെ രക്ഷിക്കാനുള്ള ചൈതന്യം നമ്മുടെ കൂടത്തിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അർത്ഥം. ആ സുപ്തായനത്തിലിരിക്കുന്നതാണ് ആ പ്രാജ്ഞാത്മികൻ. അജ്ഞാനം, അഹന്ത, ആനന്ദം, ഈ 3 അവിദ്യാഭേദങ്ങളുമുള്ള അവസ്ഥയാണ് സുഷുപ്തി അഥവാ ഗാഢനിദ്ര. നിദ്രാവസ്ഥയിൽ കാരണശരീരത്തെ ആശ്രയിച്ച് ജീവനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. തുര്യായി നമഃ. ഈ 3 അവസ്ഥയിലും ഉള്ളവളാണ് ദേവി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിപ്പോയില്ലേ? നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും ഉള്ളിൽപ്പെട്ടു പോകും. തുര്യാവസ്ഥ, ഈ 3 അല്ലാത്തൊരു തുര്യാവസ്ഥയുണ്ട്. അതെന്താണ്? സമാധി, ജീവപരമായി. ഈ 3 അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. സുഷുപ്തിയിൽ സ്വപ്നത്തിൽ വരാം, സുഷുപ്തിയിൽ ജാഗ്രതാവസ്ഥയിൽ വരാം, ജാഗ്രതാവസ്ഥയിൽ ഡയറക്റ്റ് സുഷുപ്തിയിൽ പോവാം, ജാഗ്രത സ്വപ്നാവസ്ഥയിൽ സുഷുപ്തിയിൽ പോവാം. പക്ഷെ സമാധി പോയാൽ പിന്നെ തിരിച്ചു വരാനില്ല. ജീവബ്രഹ്മത്തിന് ഐക്യമായി ആ സമയത്തും ആക്റ്റീവായിരിക്കുന്നത് ദേവി തന്നെയാണ്. ശരി, ഈ അവസ്ഥയിലേക്ക് മാത്രമാണ് ദേവി എന്ന് പറഞ്ഞാൽ അപ്പോഴും ലിമിറ്റഡ് ആയില്ലേ? സർവാവസ്ഥ വിവർജിതായ എല്ലാ അവസ്ഥകളിൽ നിന്നും അതീതമായിരിക്കുന്നവൾ ദേവി. സൃഷ്ടികർത്തേ മഹാ, ജഗത് സൃഷ്ടി ചെയ്യുന്നവൾ ദേവി. ജീവന്മാരുടെ അവസ്ഥകളെ വർണ്ണിച്ച ശേഷം മായാധീശനായ പരമേശ്വരന്റെ 5 കർമ്മവിഭാഗങ്ങളെ വർണ്ണിക്കുന്നു. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അവ സ്ഥിതി ചെയ്യുമ്പോൾ ബ്രഹ്മാവിന്റെ രൂപത്തെ ധരിക്കുന്നു. സൃഷ്ടികർത്തേ ബ്രഹ്മരൂപ. ഗോത്രി ഗോവിന്ദ രൂപിണി, സംരക്ഷിക്കാനായിട്ട് വിഷ്ണുവിന്റെ രൂപത്തെ ധരിക്കുന്നു. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും ഈ ബ്രഹ്മം തന്നെയാണ്. വിഷ്ണുവിനെ സൃഷ്ടിച്ചതും ബ്രഹ്മം തന്നെയാണ്. ശിവനെ സൃഷ്ടിച്ചതും ഈ ബ്രഹ്മം തന്നെയാണ്. ഇവരുടെ 3 പേരുടെ ശക്തികളായ ദുർഗാലക്ഷ്മി സരസ്വതി എന്ന 3 ശക്തികളെ സൃഷ്ടിച്ചതും ബ്രഹ്മം തന്നെയാണ്. അതാണ് ഗോത്രി ഗോവിന്ദ രൂപിണി. രക്ഷിക്കുന്നതിന് ഗോവിന്ദന്റെ രൂപിണി. സംഹാരി രുദ്രരൂപ, സംഹാരം ചെയ്യുന്നതിന് രുദ്രന്റെ സ്വരൂപം. തിരോധാനഗരി ഈശ്വരി, തിരോധാനഗരീശ്വരി, തിരോധാനഗരീശ്വരി എന്ന് പറയണം. തിരോധാന കരീശ്വരി എന്ന് പറയുന്നത് അവിടെ നിർത്തത്. കരീശ്വരിയാണോ ദേവി? ആലോചിച്ചു അറിയാം. കരീശ്വരിയാണെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുക? എല്ലാം പൈനാപ്പിളിന്റെ കളറല്ലേ ദേവി? അല്ല, ഗൗരവർണ്ണം വരുന്നുണ്ട് ഇതിനകത്ത്. ഗൗരവർണ്ണം കാണാൻ ഭംഗിയുള്ള രൂപമാണ്. സിന്ദൂരാറിന്റെ വിഗ്രഹം എന്നാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. അരുണാം കരുണാതരകിലാക്ഷി എന്നാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ കരീശ്വരി എന്ന് പറയുന്നത് എങ്ങനെയാണ്? തിരോധാനഗരി ഈശ്വരി. തിരോധാനം എന്ന് പറഞ്ഞാൽ മായയ്ക്ക് അപ്പുറത്തുള്ള വസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാതെ ഈ വിദ്യാലോകത്ത് സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത് മായ. അതാണ് തിരോധാനം. കർട്ടൻ അത് നീങ്ങിയാലേ ഉള്ളിലുള്ള വസ്തു അറിയും. ഡാൻസിന് മുമ്പ് കർട്ടൻ ഇടുകയല്ലേ, കഥകളി പിടിച്ചിരിക്കുകയാണ്. ആ വേഷം പുറത്ത് വരുന്ന സമയത്ത് മാത്രമേ കർട്ടൻ മാറ്റി വരൂ. അതുപോലെയാണ് ഈ മായയുടെ കർട്ടനാണ് നമ്മളെ ബ്രഹ്മത്തെ മനസ്സിലാക്കാതെ വിദ്യാലോകത്ത് സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത് അർത്ഥം. ഈ 5ഉം ചെയ്യുന്നത് കൊണ്ട് അപ്പോ തിരോധാനഗരീശ്വരി സദാശിവാനുഗ്രഹ, അനുഗ്രഹം നൽകുന്നത് സദാശിവന്റെ രൂപത്തിൽ അനുഗ്രഹം നൽകുന്നു. ഈ 5ഉം ചെയ്യുന്നത് കൊണ്ടാണ് ദേവിക്ക് പഞ്ചകൃത്യ പരായണ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. 5 കാര്യങ്ങൾ. വായുമണ്ഡല മധ്യസ്ഥായ നമഃ. സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം. സൂര്യമണ്ഡലത്തിൽ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മസ്വരൂപമായി ഇരിക്കുന്നവൾ. ഇത്രയുള്ള അർത്ഥം. ഭൈരവ്യേ നമഃ. ഭൈരവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. ഭൈരവി പരമേശ്വരന്റെ ശക്തി. സ്ത്രീ സമൂഹത്തെ ആകെ ഭൈരവ എന്ന് പറയാം. ലോകത്തിലെ വിദ്യകളും സ്ത്രീകളും എല്ലാം അവിടുത്തെ രൂപങ്ങളാണ് എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്.
ആദ്യ ബുദ്ധിരൂപേണ സംസ്ഥിത, സത്യരൂപേണ സംസ്ഥിത, ക്ഷതാരൂപേണ സംസ്ഥിത, ശാന്തിരൂപേണ സംസ്ഥിത, എല്ലാം എന്തെല്ലാം ഗുണങ്ങളുണ്ടോ എല്ലാം പറയുന്നുണ്ടല്ലോ. ഭ്രാന്തി രൂപേണ സംസ്ഥിത, ഭ്രാന്ത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഭ്രാന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അത് ഭ്രാന്തും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ദേവി ഭ്രാന്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഥ്യയായ ലോകത്തെ സത്യം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ഭ്രാന്താണ്. നമ്മൾ വിശ്വസിപ്പിക്കുന്നത് ദേവി തന്നെയാണെന്ന് എങ്കിലും സംസാരം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഭഗമാലിന്യേ നമഃ. ഭഗം എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളുള്ളതാണ് ഭഗം. എന്തെല്ലാമാണ്? ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം. 6 ഗുണങ്ങളും ഉള്ളതാണ് ഈശ്വരൻ. അതാണ് ഭഗവാൻ, ഭഗവതി എന്ന് പറയാൻ കാരണം. ഈ വൈരാഗ്യം എന്നുള്ളത് മോശമായ ഒരു ഗുണമല്ലേ? വൈരാഗ്യം പാടില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ ദേവിയുടെ ഒരു ഗുണമായിട്ട് വൈരാഗ്യത്തെ എങ്ങനെ പറയും? ഇവിടെ ഈ വൈരാഗ്യം എന്ന് പറയുന്നത് ജ്ഞാന വൈരാഗ്യം. എന്ത് വന്നാലും ശരി, എല്ലാം അനുഭവിച്ച് ഇതിനൊരു വിച്ഛക്തി വരുന്ന ഒരു വെറുപ്പുണ്ടാകും. ഒരു സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അത് ഉണ്ടാകണമെങ്കിൽ ആഗ്രഹത്തെ അത് അനുഭവിച്ച് തീർക്കണം, എങ്കിലേ അത് ഉണ്ടാവുള്ളൂ. ആഗ്രഹിച്ചിട്ട് അങ്ങനെ അനുഭവിക്കാതിരുന്നാൽ അത് അനുഭവിക്കുന്നത് വരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും 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 ഇതുവരെ പല യോനികളിലായിട്ട് നമ്മൾ ജീവിക്കണം. മൃഗങ്ങളായിട്ടോ പശുക്കളായിട്ടോ പക്ഷികളായിട്ടോ ജീവിക്കണം. ആഗ്രഹങ്ങൾ തീർന്നാൽ അപ്പൊ അതിനൊരു വിരക്തി ഉണ്ടാവും, വിച്ഛക്തി ഉണ്ടാവും. ആ വിച്ഛക്തി ഉണ്ടാവുമ്പോൾ എങ്ങനെ ആയാലും ശരി, ഇനി നമുക്ക് ഒരു ജന്മം വേണ്ട, മോക്ഷമടഞ്ഞേ തീരൂ എന്ന് പറഞ്ഞിട്ട് ഒരു വൈരാഗ്യമായിട്ട് അത് എടുക്കും. അതാണ് വൈരാഗ്യം. സാധാരണ വൈരാഗ്യം അങ്ങനെയാണല്ലോ, എന്ത് വന്നാലും ശരി ഞാൻ കളഞ്ഞിട്ട് പോവും എന്ന് പറഞ്ഞ് പോകുന്നില്ല. ഒരു വൈരാഗ്യം അത് ഉപദ്രവിക്കുന്ന വൈരാഗ്യം, ഇത് അനുഗ്രഹിക്കുന്ന വൈരാഗ്യം. അതാണ് ദേവിക്കുള്ള താല്പര്യം. 6 ഗുണങ്ങളെയാണ് ഭഗം എന്ന് പറയുന്നത്. ഈ 6 ഗുണങ്ങളെ മാലയായി അണിഞ്ഞവൾ ഭഗവതി, ഭഗവാൻ എന്നർത്ഥം. പത്മാസനായി താമരപ്പൂവിൽ ഇരിക്കുന്ന ദേവിക്ക് നമസ്കാരം. താമരപ്പൂവിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവൾ. അപ്പൊ ആരെല്ലാമാണോ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ചായിട്ട് അത് അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരണം. പ്രത്യേകിച്ചും 60-70 വയസ്സായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അതാണ് കാര്യം. ബുദ്ധിമുട്ടാണ്. 60 വയസ്സ് കഴിയുമ്പോഴാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം നമ്മുടെ ബാങ്കിൽ ഇട്ടിട്ട് എല്ലാം കടലിൽ കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. ഇതെല്ലാം അനുഭവിക്കേണ്ടത് തന്നെ. പക്ഷേ ഏകദേശം സമയമായി, 60 കഴിഞ്ഞു, ഇനിയും നമ്മൾ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആഗ്രഹങ്ങളെല്ലാം അപ്പൊ തന്നെ തീർത്ത് വന്ന് കുറച്ചായിട്ട് അതിൽ നിന്ന് നമ്മൾ വിലകേറി. എത്രത്തോളം ലൗകികത്തിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ആവുന്നോ അത്രത്തോളം ആത്മീയത്തിൽ നമ്മൾ അറ്റാച്ച്ഡ് ആണ്. ഇതോടെ വ്യത്യാസം. 2 സൈഡാണ്. ഇപ്പൊ നമ്മൾ നടക്കാണ് ഇരിക്കുന്നത്, ഇതും വിടാൻ പറ്റില്ല, അതും വേണം. അങ്ങനെ തന്നെ ഇരിക്കണം. അത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് തനിയെ മാറി വരും ഈശ്വരാരാധനയോട്. അതാണ് ഇവിടെ പത്മാസനായി നമഃ, ഭഗവത്യൈ നമഃ. ഭഗവതിക്ക് നമസ്കാരം. ഭഗം നേരത്തെ പറഞ്ഞ മാതിരി 6 ഗുണങ്ങൾ. പത്മനാഭ സഹോദര്യൈ നമഃ. പത്മനാഭന്റെ സഹോദരിയായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മം 2 രൂപമെടുക്കും, ധർമ്മവും ധർമ്മിയും. ധർമ്മം പുരുഷരൂപത്തിൽ വിഷ്ണുവും ധർമ്മി സ്ത്രീ രൂപത്തിൽ ദേവിയുമാണ് എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. ഉന്മേഷ നിമിഷോത്പന്ന വിഭന്ന ഭുവനാവള്ളി നമഃ. കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ലോക പരമ്പരകൾ ഉണ്ടാവുകയും ലയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദേവിയുടെ നമസ്കാരം. അതുകൊണ്ടാണ് ദേവിയുടെ കണ്ണ് നമ്മളെപ്പോലെ അനിമേഷയാണ്. നമ്മളെ നിമേഷണം ഒരു പരിധി വരെ നോക്കിയിരിക്കുമല്ലോ, കണ്ണടയും, പെട്ടെന്ന് അടയും തുറക്കും. ഈശ്വരയുടെ കണ്ണ് അടയും. അതാണ് ദേവന്മാരുടെ ഗുണം. ഈ ഒരു ക്വാളിറ്റി വെച്ചാണ് രാഹുവിനെയും കേതുവിനെയും അവർ ഐഡന്റിഫൈ ചെയ്തത്. അമൃതം ദേവന്മാരുടെ രൂപം വിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. എന്തെങ്കിലും രൂപം വിട്ടാലും അസുരൻ ദേവൻ തന്നെയാണ്. എല്ലാ ദേവനെയും ഇങ്ങനെ നോക്കിയിരിക്കും, ഇവരുടെ കണ്ണ് മാത്രം ചെന്നു. അത് സൂര്യചന്ദ്രന്മാർ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അമൃതം സർവ് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ചെന്ന് പറയുന്നത്. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭൂനാവള്ളിയുമാണെന്ന് പറഞ്ഞാൽ
ദേവി കണ്ണ് തുറന്നിരുന്ന ഈ ലോകം നിലനിൽക്കും, കണ്ണ് അടച്ച ഈ ലോകം നശിക്കും. ഞാൻ സൃഷ്ടിച്ച ലോകം അത് നശിക്കരുതേ എന്ന് വിചാരിച്ച് സദാസർവനാഴി കണ്ണ് തുറന്ന് ദൈവജാലങ്ങളെ രക്ഷിക്കുന്നവൾ ദേവി, നമ്മൾ അനുഗ്രഹിക്കുന്നവൾ ദേവി. അതാണ് ഉന്മേഷ ഞണ്ടോത്പന്ന ഇവൻ ഭുവനാവട്ടി മഹാ സഹസ്രശീർഷ വദനായ നമഃ. 1000 ശിരസ്സുകളുള്ള ദേവിക്ക് നമസ്കാരം. സഹസ്രാക്ഷേ നമഃ. 1000 കണ്ണുകൾ. 1000 ശിരസ്സാണെങ്കിൽ 1000 കണ്ണ് പോലല്ലോ, 2000 കണ്ണുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ദേവി എന്തൊരു ഒറ്റ കണ്ണിയാണ്. 1000 കാല്, 1000 കൈ, 1000 കണ്ണ്, 1000 മുഖം. പ്രൊപ്പോർഷൻ ശരിയാവുന്നില്ലല്ലോ. 1000 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 3 പൂജ്യമല്ല, അൺകൗണ്ടബിൾ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് അല്ലേ? വലിയൊരു പ്രശസ്തനായ ഒരു കുടുംബത്തിലെ കല്യാണമാണെങ്കിൽ 2 പേരും പ്രശസ്തരായ ആൾക്കാരെ കേൾക്കട്ടെ. ഒരു ലോകത്ത് മുഴുവൻ ആരെല്ലാം കൊണ്ട് എല്ലാവരും വിളിക്കും. 5000 പേര് ഇരിക്കുന്ന മണ്ഡപത്തിൽ 20,000 പേര് വന്നുകൊണ്ടിരിക്കട്ടെ. അറിയാമല്ലോ, മുഹൂർത്തം കഴിഞ്ഞാൽ എത്ര പേരുടെ മുട്ടോടിയും എത്ര പേരുടെ കാലോടിയും തള്ളൽ. തിരക്ക് കൂടിയപ്പോ എനിക്ക് തള്ളാൻ വയ്യ, ഞാൻ ഊണ് കഴിക്കാതെ തിരിച്ചു വരും. ഇത് കഴിച്ചില്ലേ, 10,000 കണക്കിന് ആളുകൾ അകത്ത് പോകാൻ പറ്റില്ല. ഞാനത് ഓരോരുത്തരെ എണ്ണിയിട്ടാണ് പറയുന്നത്. 10,000 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു കല്യാണ മണ്ഡപവും എന്റെ അറിവിൽ ഇന്ത്യയിൽ ഇല്ല. ഉണ്ടോ? 10,000 ജനങ്ങൾ. അപ്പൊ 10,000 എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള അർത്ഥം. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതെന്ന് അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത് 1000 കൺ, 1000 കൈ, 1000 കാൽ. ഈ പ്രപഞ്ചം മുഴുവൻ നിർജ്ജരിക്കുന്ന സ്വരൂപത്തിന് എല്ലായിടത്തും കണ്ണാണ്. വേറെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഈശ്വരൻ തന്നെയാണോ, എല്ലാ ജീവജാലങ്ങളും. അപ്പൊ എത്ര കണ്ണുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? ഇത്ര കോടി ജനങ്ങൾ വേണമെങ്കിൽ അതൊരു റഫ് കണക്ഷനാണ് ഇതാണ് പറയുന്നത്. മൃഗങ്ങൾ എത്രയുണ്ടെന്ന് പറയാൻ പറ്റും. എത്ര സിംഹങ്ങളുണ്ട്, എത്ര കടുവകളുണ്ട്, എത്ര കരടികളുണ്ട് പറയാൻ പറ്റും. അപ്പോ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതെന്ന് അർത്ഥം. എങ്ങും വ്യാപിച്ചിരിക്കുന്നത്, എല്ലായിടത്തും കണ്ണുകളുള്ളതാണ്. സഹസ്രശീർഷ വദനായ നമഃ, സഹസ്രാക്ഷേ നമഃ, സഹസ്രപദേ നമഃ. എല്ലാം ആ ബ്രഹ്മകീട ജനന്യേ നമഃ. ബ്രഹ്മ തുടങ്ങി ഒരു കീടം, ഒരു പുഴു, ചെറിയ ആറ്റം വരെ എല്ലാത്തിനും സൃഷ്ടിക്കുന്നവൾ ദേവി. ബ്രഹ്മ തുടങ്ങി ഇതുവരെ സൃഷ്ടിക്കുന്നവൾ ദേവി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മാതാവാണ് ദേവി എന്ന് അർത്ഥം. അതാണ് ആദ്യശ്രീ മാതാന്ന് വിളിച്ചത്. എല്ലാത്തിനും അമ്മയാണ് ദേവി. ആ ബ്രഹ്മകീട ജനന്യേ നമഃ. നിജാജ്ഞാരൂപ നിഗമായ നമഃ. ആരുടെ ആജ്ഞയാണോ വേദങ്ങൾ, ആ രൂപമായി ഇരിക്കുന്നവൾ ദേവി. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ആജ്ഞയാണ് വേദങ്ങൾ. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം എന്തെന്ന് പറയുന്നത് വേദം. എന്താണ് സത്യം? ബ്രഹ്മമാണ് സത്യം. എന്ത് ചോദ്യം ചോദിച്ചാൽ അവസാനം അവിടെ വന്ന് നിൽക്കുള്ളൂ. ബ്രഹ്മമാണ് സത്യം. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു സംശയവും ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല. വർണ്ണാശ്രമ വിദായിനേ നമഃ. വർണ്ണങ്ങളും ആശ്രമങ്ങളും വ്യവസ്ഥപ്പെട്ട ദേവിക്ക് നമസ്കാരം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന 4 വർണ്ണങ്ങളായിട്ട് നമ്മളിപ്പോ പറയുന്നു. തൊഴിലടിസ്ഥാനത്തിലാണ് ഇത് വന്നത് എന്നാണ് നമ്മുടെ മുന്നോട്ടുകൾ പറയുന്നത്. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും എല്ലാം ചെയ്യുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂജാതി കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓഫീസ് ഉദ്യോഗം, ബിസിനസ് ഒന്നും ചെയ്യാൻ പാടില്ല. എത്ര സ്ഥാനങ്ങളുടെ ഘടകമാണ് തിരുവനന്തപുരത്തുള്ളത് അല്ലേ? ശരിക്കും എന്താണ്? അതാണ് നമ്മൾ അറിയുന്നത്. ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ആരാണ് ശൂദ്രൻ? ബ്രാഹ്മണോസ്യ മുഖമാസീ ബാഹുരാജന്യകൃതഃ ഊരൂതദസ്യ യദ്വൈശ്യഃ പദ്വ്യാഗം ശൂദ്രോ അജായത. ഉടനെ പറയും, വിരാട് സ്വരൂപത്തിന്റെ പാദത്തിൽ നിന്ന് വന്നവൻ സൂര്യൻ, തുടയിൽ നിന്ന് വന്നവൻ വൈശ്യൻ, തോളിൽ നിന്ന് വന്നവൻ ക്ഷത്രിയൻ, മുഖത്തിൽ നിന്ന് വന്നവൻ ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് അവൻ ശ്രേഷ്ഠ. ഈ വേദത്തിൽ പറഞ്ഞ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയല്ല. ബ്രഹ്മജ്ഞാനം അടയാൻ, മനസ്സിലാക്കാൻ, ബ്രഹ്മമാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ ആരോ അവനാണ് ബ്രാഹ്മണൻ.
അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഓരോ സ്റ്റേജായിട്ടല്ലേ സാധിക്കും. അപ്പൊ ഈ ബ്രഹ്മത്തെ ഒരു രൂപമായി സങ്കല്പിച്ചാൽ പാദം വരെ ആര് മനസ്സിലാക്കുന്നു അവൻ ശൂദ്രൻ, തുട വരെ ആര് മനസ്സിലാക്കുന്നു അവൻ വൈശ്യൻ, തോൾ വരെ ആര് മനസ്സിലാക്കുന്നു അവൻ ക്ഷത്രിയൻ, മുഴുവനും ആര് മനസ്സിലാക്കുന്നു അവൻ ബ്രാഹ്മണൻ. ഇതല്ലേ അതിന്റെ അർത്ഥം. ഇപ്പൊ അവിടെ ജാതിയുണ്ടോ? ബ്രാഹ്മണൻ ഉയർന്ന ജാതി, ശൂദ്രൻ താഴ്ന്ന ജാതി, അങ്ങനെയല്ല. പിന്നീട് കാലപ്പോക്കിൽ അത് വന്ന പ്രത്യേക തൊഴിലടിസ്ഥാനത്തിലായി അങ്ങനെ അത് പ്രാബല്യത്തിൽ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവർ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് കൊണ്ടുവരും. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിന് അല്ലാത്ത കാര്യങ്ങളെല്ലാം 10, 300, 350 രാമായണങ്ങളുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത രാമായണം. ചക്ര ഉരുണ്ടുപോയി കൈകൈ ചുണ്ടുകൾ വെച്ചു ഉടനെ വരം കൊടുത്തു. ഇങ്ങനെയാണ് പറയുന്നത്. എവിടെയെങ്കിലും നടക്കും? ആലോചിച്ചു. നമ്മുടെ സ്കൂട്ടറിൽ ആളെ കൊണ്ടുപോകുന്ന ആക്സിൽ ഒളിഞ്ഞ് വിരൽ വെക്കാൻ പറഞ്ഞ പുറകിലുള്ള ഭാര്യ വിരൽ വെക്കൂ. തൊലയൊക്കെ പോകില്ല, ആട്ടല് പോകുന്നത്. എങ്ങനെ നിൽക്കും? ചുണ്ടുകളിൽ വെച്ച് എങ്ങനെ നിൽക്കും? അബദ്ധം. മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട ദശരഥൻ മോഹാസ്യപ്പെട്ട് താഴെ വീഴുമ്പോൾ അയാൾ ദശരഥന്റെ ജീവനെ രക്ഷിച്ച് സംരക്ഷിച്ച് ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിച്ചു. ഇതാണ് കൈകൈ ചെയ്തത്. ചുണ്ടുവരൊന്നും വെച്ചില്ല. ലക്ഷ്മണൻ മുമ്പ് കോട് വരച്ചു. ആരെങ്കിലും കണ്ട കോട് വരച്ചു? ലക്ഷ്മണൻ കോട് വരച്ചത് സത്യമാണെങ്കിൽ സീത എന്തുകൊണ്ട് അതിനെ മറികടന്നു? അപ്പൊ സീത അനുസരണയില്ലാത്തവൾ. ഈ ചോദ്യം ഒരു കുട്ടി ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ ഈ രാമായണം കണ്ട്? ലക്ഷ്മണൻ ഇവിടെ കോട് വരച്ചു. വാൽമീകി രാമായണത്തെ ഒരു ശ്ലോകം പോലും. കർമാനുസരി നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ 30 ദിവസം രാമായണം പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തുടങ്ങിയ ഒരുത്തൻ ദേഷ്യം തന്നെ ആരുവ രാമായണം പഠിപ്പിച്ചത് ചോദിച്ചത്. എന്നോട് ചോദിച്ചു, സാറേ ഇന്നത്തെ കമന്റ് ഞാൻ അയക്കുന്നില്ല. ഞാൻ പറഞ്ഞ് മോശമായ കമന്റ് ആയിരിക്കും, എനിക്കറിയാം. ഇവിടെ അയാളുടെ വാൽമീകി രാമായണത്തിൽ ഏത് ശ്ലോകമാണ് ലക്ഷ്മണൻ രേഖവച്ചതായിട്ടുള്ളത്? ഞാൻ 2-3 ബുക്ക് നോക്കി, അതിനൊന്നും കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ സ്വാമിജി ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു വാൽമീകി രാമായണത്തിൽ. പിന്നെ എങ്ങനെയെങ്കിലും കോട് വരും? ലക്ഷ്മണൻ കോടൊന്നും വരച്ചു. എന്താണ് നടന്നത്? വന്നിരിക്കുന്നത് സന്യാസിയാണെന്ന് വിചാരിച്ചു. പോകുന്ന സമയത്ത് അതും പോയാൽ ലക്ഷ്മണൻ തയ്യാറായില്ല. എനിക്ക് എന്തെങ്കിലും രാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ പ്രാപിക്കാമെന്ന ഉദ്ദേശത്തിലാണോ നീ പോകാത്തത് എന്നുള്ള ചോദ്യം സീത ചോദിച്ചു. അതാണ് ദേഷ്യം വരുമ്പോൾ എന്ത് വേണമെങ്കിലും പിന്നീട് ദുഃഖിക്കുന്ന കാര്യമില്ല. ഹനുമാന്റെ മക്കൾ ആദ്യം ചോദിക്കുന്നത് ലക്ഷ്മണൻ എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആ പശ്ചാത്തലം ആ ഒരൊറ്റ വാക്കിൽ തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ വനദേവത നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നില്ല. കോടൊന്നും വരച്ചു. സന്യാസി വേഷത്തിൽ വന്ന രാവണനെ സന്യാസിയാണെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറി എല്ലാം സംരക്ഷിച്ച് അവരുടെ ആകാത്മനം കൊടുത്ത് കാലൊക്കെ കഴുകി എല്ലാവരും കൊടുത്തു. ചോദിച്ചു, ആരാണ് എന്തിനു വിളിക്കുന്നത്? ആരാണെന്ന് ചോദിച്ചാൽ സീത എന്ത് പറഞ്ഞിരിക്കും പെട്ടെന്ന്? അല്ലേ, മിസസ് രാമൻ ഇങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങളെല്ലാം അങ്ങനെ പറയാൻ പാടില്ല. ദശരഥന്റെ മരുമകൾ, ജനകന്റെ മകൾ, രാമന്റെ ഭാര്യ എന്നാണ്. ഇതൊക്കെയാണ് രാമായണ വാൽമീകി രാമായണം നമുക്ക് മെസ്സേജ്. ഇതാണ് സംഭവിച്ചതല്ലാതെ സീത ഉടനെ അവിടെ പോയി ഭിക്ഷയിടാൻ വന്നപ്പോൾ താണ്ടി ഇങ്ങോട്ട് പോകാതെ രാവണൻ പറഞ്ഞെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ കൂടെ എന്തോ വരച്ചുണ്ട്, കഴിഞ്ഞു പോയാൽ ആപത്ത് വരുമെന്ന് ചിന്തിക്കുന്ന ബുദ്ധി സീതയ്ക്കില്ലേ? മഹാലക്ഷ്മിയല്ലേ? അനുസരണയില്ലാത്തവരാണ് സീത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും പിന്നെ റോൾ മോഡലായി സീത കഴിക്കുന്നത് അനുസരിക്കും. അബദ്ധമാണ്, പറയാൻ പാടില്ല. ഇങ്ങനെയാണ് ഇതിനെ മുഴുവൻ ഇല്ലാതാക്കിയത്. ഒറിജിനലിനെ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടം എന്ത് വേണമെങ്കിൽ എഴുതി. ഇതാണ് യഥാർത്ഥ സംഭവം. അതൊന്നും അല്ല. ഇപ്പൊ നമുക്ക് വേണ്ടത് വർണ്ണാശ്രമ വിധാനമാണ്. ഈ ജാതി എന്ന് പറയുന്നത് ഈ അതിന്റെ അടിസ്ഥാന വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഒരു പക്ഷം ആളുകൾ ഇങ്ങനെ അങ്ങനെ എന്നുള്ളതല്ല. ഈശ്വരന്റെ മുമ്പിൽ എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ആ സമുദായത്തിൽ ജനിച്ചു പോയാൽ അതിനകത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ അനുസരിച്ചേ പറ്റും, അല്ലെ? കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഒരു കുടുംബം, നമുക്കൊരു പാരമ്പര്യം, നമ്മുടെ ഒരു സമ്പ്രദായമുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. 4 ആശ്രമങ്ങളെ വിധിച്ച് അതിന് നിയമത്തെ കൊടുത്തവൾ ദേവി ബ്രഹ്മം വേറെ ചെയ്തതുകൊണ്ട് ദേവി ചെയ്യുന്നു.
മനുഷ്യന്റെ 4 ആശ്രമങ്ങൾ: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. വലിയ സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ പറയാം. 4 വിധമായ ആശ്രമങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ ഇതനുസരിച്ചാണെങ്കിൽ ഉപനയനം വരെ സാധാരണ എല്ലാവർക്കും ബാല്യം, ഉപനയനം കഴിഞ്ഞാൽ വിവാഹം കഴിയുന്നത് വരെ ബ്രഹ്മചര്യാശ്രമം, വിവാഹം കഴിഞ്ഞാൽ 60 വയസ്സ് വരെ വാനപ്രസ്ഥം. ശരിക്കും 20 വയസ്സിൽ വിവാഹം എന്നാണ് കണക്ക്, 40 വർഷമാണ് കണക്ക്. ഇപ്പൊ 55 വിവാഹം കഴിച്ചെങ്കിൽ 5 വർഷമേ ഗൃഹസ്ഥാശ്രമം കിട്ടുകയുള്ളൂ. പിന്നെ അങ്ങോട്ട് 60 കഴിഞ്ഞാൽ ഇല്ല, വാനപ്രസ്ഥം. എന്താണ് വാനപ്രസ്ഥം? നേരത്തെ പറഞ്ഞ മതി. വാനപ്രസ്ഥം വനത്തിൽ പോയിരിക്കുന്നത്. വനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വനം ഭജനീയം, ഭജനം ചെയ്യുന്നതാണ് വനം. കാട്ടിനകത്ത് പോയിരിക്കുന്നതല്ല. കാട്ടിൽ നിന്ന് പോകണം. വീട്ടിൽ ഇരുന്നുകൊണ്ട് AC റൂമിൽ ഇരുന്നുകൊണ്ട് നല്ല ഉഷൻ കസൽ എന്നോട് കാലിൽ നീട്ടി ഭജനം ചെയ്യാം ഈശ്വരനെ. അതിന് വനത്തിൽ പോകേണ്ട ആവശ്യമില്ല. വനത്തിൽ പോയിട്ട് ഇവിടെ വന്നിരുന്നല്ലോ, കാട്ടിൽ മൃഗം വരുവോ, പട്ടി സിംഹം വരുവോ, പുലി വരുവോ നോയിക്കൊണ്ടിരുന്ന അവരെ ധ്യാനിക്കാൻ പറ്റുമോ? വനം ഭജനീയം. എന്ത് ഭംഗിയായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അറിയാം. വാനപ്രസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് അതിൽ നിന്ന് മാറി മാറി, അതാണ് 20 വർഷം തമ്മിൽ 80 വരെ 20 years പ്രൊഫഷണൽ ഇതിന് മാറി വരാനുള്ള സന്ദർഭം വാനപ്രസ്ഥാശ്രമം പറഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ കഴിയുക എന്നർത്ഥം. 80 കഴിഞ്ഞാൽ സന്യാസം, സദാ ന്യാസകയിൽ ഈ സന്യാസക. ഇതാണ് 4 ആശ്രമങ്ങൾ കുറിച്ചത്. ഇതൊക്കെ ശാസ്ത്രത്തിലുണ്ട്. ആർക്കെല്ലാം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജോലി എന്തോ കടമയെന്തോ അത് ചെയ്ത് കൂടെയുള്ളവരെയോ മറ്റുള്ളവരെയോ ഉപദ്രവിക്കാതെ ഇരുന്നാൽ തന്നെ വലിയ കാര്യം. ഇന്നത്തെ കാര്യത്തിൽ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. നിജാജ്ഞാനവും ഇതുമായിരുന്ന ആരുലാക്കിയാൽ വേദങ്ങൾ പറഞ്ഞു. പുണ്യാർക്ക ഫലപ്രദായ വളരെ വിശേഷമായ ഒരു പദമാണ്. പുണ്യത്തിനും അപുണ്യത്തിനും ഫലമുണ്ട്. പുണ്യം എന്താണ്? പുണ്യം എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്യുന്നുവോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം പുണ്യം. പുണ്യത്തിന്റെ ഫലം നമുക്കെല്ലാം ഫേവറായിട്ട് വരുന്നു. പാപത്തിന്റെ ഫലം നമുക്കെല്ലാം അൺഫേവറായിട്ട് വരുന്നു. ഞാൻ പാപം അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റായാലും പാപം തന്നെയാണ്. അതാണ് കരചരണകൃതം വാ കായം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം ലിഖിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. വിഹിതം അവിഹിതം ഈ 2 വാക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ദിവസം എക്സ്പ്ലനേഷൻ പറയാം. 10-12 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ അത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഞാൻ പറയാം. വിഹിതം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടത്, അവിഹിതം ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പാപം, ചെയ്യാൻ പാടില്ലാത്ത ചെയ്താലും പാപം. ഒരേ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് പോകാം, ബാക്കി ഞാൻ പിന്നെ വിവരിക്കാം. പൂജാറൂമിൽ പോകുമ്പോൾ ശുദ്ധഭക്തിയോടെ പോകണം, അത് വിഹിതം എന്ന് കരുതി കുളിച്ചിട്ട് ഈറെടുത്തുകൊണ്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിക്കുകയോ നാമരപം ചൊല്ലുകയോ പാടില്ല. ശൂന്യനെത്തി ഏകവസ്ത്രം ഈരവസ്ത്രം ഇതെല്ലാം ഭേദകാര്യത്തിനുള്ളതാണ്. ഈശ്വരാരാധനയ്ക്ക് പാടില്ല. അതുപോലെ എന്തെങ്കിലും നെറ്റിയിൽ ഒരെണ്ണം, ഒന്നിൽ കുങ്കുമം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ വിഭൂതി എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ട് വിളക്ക് കത്തിക്കാം. ശൂന്യനെത്തിയായിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല. തലമുടിയിൽ നിന്ന് ജലം വെച്ചു വിടാൻ പാടില്ല എന്ന് കരുതി തുണി ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകാനും പാടില്ല. തിരുമലയ്ക്ക് അങ്ങനെ കാണിക്കുന്നുള്ളൂ. രാവിലെ എഴുതി കഴിഞ്ഞ നമ്മുടെ കൗശിക പ്രചാരമായി കിടുമ്പോൾ തലമുടിയിൽ കെട്ടി അബദ്ധം. അത് എന്തുകൊണ്ട് തലമുടി കെട്ടാൻ പാടില്ല? ഈ തുണിയല്ലേ, ഈർപ്പമുള്ള തുണിയല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? എന്തെങ്കിലും ശുദ്ധമായ ഒരു വസ്ത്രം അവിടെ വെച്ചേക്ക്. രാവിലെ അതൊന്നും സാധിക്കില്ല, അടുക്കളയിൽ ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പത്തിനുണ്ടല്ലോ മാക്സിമം കവർ ചെയ്യുന്ന ഒരു സാധനം മാക്സി. ആദ്യമായിട്ട് മാക്സി ഇട്ടത് ഭീമനാണ് അവിടെ വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പം, ഒറ്റ സ്വസ്ഥതയിലേ ഉള്ളൂ. നനച്ചെടുത്ത് അവിടെ ഭംഗിയായിട്ട് വെച്ചേക്ക്. അതെടുത്തിട്ടിട്ട് കാരണം ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ഒരു സാരിയൊക്കെ കൊടുത്ത് ഫുള്ളായിട്ട് ഡ്രസ് ചെയ്തിട്ട് അവിടെ പോയി പിന്നെ അടുക്കള പോയിട്ടുണ്ട്, പിന്നെ ഓഫീസിൽ പോകണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഇതുപോലെ ചെയ്തു.
ഉണങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ. ഇതിന് ഒരു എക്സംഷൻ ഉണ്ട്. ഈര വസ്ത്രം ധരിക്കാൻ ഒരു വഴിയില്ല. നമ്മൾ ഉണങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പോയി, ക്ഷേത്രാടനം പോയി, നല്ല മഴ, മുഴുവൻ നനഞ്ഞു, മുഖത്തിൽ പോയിരിക്കാൻ പറ്റും. വേറെ വസ്ത്രം കയ്യിലില്ലല്ലോ. ഒരു ദിവസം തോന്നുന്നു ഒറ്റ വസ്ത്രത്തിലല്ലേ പോകും. അപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളാണെങ്കിൽ ആ സാരിയുടെ അടിയുള്ള ഭാഗം നല്ലവണ്ണം പിഴിഞ്ഞ്, ആ തലപ്പം പിഴിഞ്ഞ് നല്ലവണ്ണം 7 പ്രാവശ്യം കുടയണം. ഇടത്തോട്ട് നോക്കി കുടഞ്ഞാൽ അത് ഉണങ്ങ വസ്ത്രത്തിന് സമം. പുരുഷനാണെങ്കിൽ ആ മുണ്ട് നല്ലവണ്ണം പിഴിഞ്ഞ് 7 പ്രാവശ്യം കുടഞ്ഞു കൊടുത്താൽ അത് ഉണങ്ങിയ വസ്ത്രത്തിന് സമം. എപ്പോ? നിവൃത്തിയില്ലാത്ത കാര്യത്തിൽ. ഇതാണ് വിഹിതം, അവിഹിതം. അമ്പലത്തിൽ പോകുന്നത് വിഹിതം, ശുദ്ധത്തോടെ പോകുന്നത് വിഹിതം എന്ന് കരുതി ഈറ വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നത് അവിഹിതം. അത് പാപം, മറ്റേത് പുണ്യം. ഇതുപോലെ ധാരാളമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ദരിദ്രം ചെയ്യുന്നത്. പുണ്യത്തിനും പാപത്തിനും ഫലമുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന നല്ലതെല്ലാം നമ്മുടെ പുണ്യത്തിന്റെ ഫലം, നമുക്ക് മോശമായി വരുന്നതെല്ലാം പാപത്തിന്റെ ഫലം. ഇതിനെ ദേവിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ സുഖവും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവന് ദുഃഖവും വരും. ഇത്രയും അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ സത്കർമ്മം എന്താണ്, ദുഷ്കർമ്മം എന്താണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. തുളസീമണ്ഡ സിന്ദൂരി ഹൃദപാദാബ്ദ തുളികായനമാം യാതൊരു ദേവിയുടെ കാൽത്താമരയിലെ പൊടി വേദങ്ങളാകുന്ന ദേവതമാർ ശിരസിൽ സുന്ദരമായി ധരിക്കുന്നുവോ ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ, ദേവിയുടെ പാദത്തെ ശിരസിൽ വെച്ച് പൂജിക്കുകയാണ് വേദങ്ങളും ഉപനിഷത്തുകളും അർത്ഥം. സകലാഗമ സന്തോക നമ്മുടെ മൗക്തികായനമാ ശാസ്ത്രങ്ങളെല്ലാം ചേർത്തുണ്ടാകുന്ന ചിപ്പിയിൽ തന്റെ നാസാരണമായ മുത്ത് നിക്ഷേപിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ, ദേവിയുടെ അനന്ത സ്വരൂപത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അർത്ഥം. പുരുഷാർത്ഥ പ്രദായനമാ പുരുഷാർത്ഥങ്ങൾ നൽകുന്ന ദേവിക്ക് നമസ്കാരം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആദ്യ ദിവസം കണ്ടു. ഉദ്യോത്പാദന സഹസ്രാഭ ചതുർഭാഗ സമന്വിത 4 കൈകൾ കണ്ടു. ധർമ്മം എന്ന് പറഞ്ഞാൽ അവനവന്റെ കടമ, ഡ്യൂട്ടി. അർത്ഥം അതിന്റെ ഫലം, കാര്യങ്ങൾ. കാമം, ആഗ്രഹം. ഇത് 3 കഴിഞ്ഞാലേ മോക്ഷം പോകാൻ സാധിക്കും. 3 കഴിയണം, തീരണം, എങ്കിലേ 4ാമതാണ് മോക്ഷം. ഇതാണ് പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥത്തെ നമുക്ക് കൊടുക്കുന്നവൾ ദേവി. പൂർണ്ണായനമ പൂർണ്ണമായത് ദേവി, മുഴുവൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, നിറഞ്ഞ സ്വരൂപമാണ് ഈശ്വര സ്വരൂപം. ഭോഗിന്യനുമ സുഖം അനുഭവിക്കുന്ന ദേവിക്ക് നമസ്കാരം. ദേവിക്ക് എന്താണ് സുഖം? ഭക്തനെ രക്ഷിക്കുന്നതിനുള്ള ആനന്ദം. ഇതെങ്ങനെ സുഖം? ഭുവനേശ്വരിയനുമ 14 ലോകങ്ങളും ചേർന്നതാണ് ഭുവനം. ഇത് ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, 7 ഊർധ്വലോകങ്ങൾ. അതല, വിതല, സുതല, മഹാതല, രസാതല, തലതല, പാതാളം, ആദോലോകങ്ങൾ. ഈ 14 ലോകങ്ങളിലും രക്ഷിക്കുന്നവൾ ദേവി ഭുവനേശ്വരി. അംബികായും ജഗന്മാതാ മക്കൾ. ജഗത്തിനെല്ലാം അമ്മ ദേവിയാണ്. എല്ലാവരും സൃഷ്ടിച്ചത് ദേവിയാണ്. ആരും ഞാൻ അനാഥനാണെന്ന് പറയുകയും ചെയ്തു. ഈ ജന്മത്തിലുള്ള അമ്മയച്ഛനും പോയി ദേവി അനാഥനാവൂല. മാതാവ് പാർവതി ദേവി, ഇതാ ദൈവം മഹേശ്വര ഉണ്ടല്ലോ നമുക്ക് അച്ഛനമ്മ. എല്ലാ ജന്മത്തിലും ഒരേ അച്ഛനമ്മ പരമേശ്വരൻ, പാർവതി. മറ്റതെല്ലാം ആരാധന ജന്മത്തിൽ വന്നിട്ട് പോകുന്നത്, അത്രയേ ഉള്ളൂ. സ്ഥിരമായ അച്ഛനമ്മ ആരാണെന്ന് പറഞ്ഞാൽ പാർവതി പരമേശ്വരൻ. അംബികായി ഹരിബ്രഹ്മേന്ദ്ര സേവിതായനമ വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരാൽ സേവിക്കപ്പെട്ടവൾ. എല്ലാവരും സേവിക്കപ്പെട്ടവൾ ബ്രഹ്മം. അംബികായ അനാദിഗതനായ നമഃ. വെരി ഗുഡ്. ഭക്തന്മാരെ പലവിധ മരണകാരണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൾ. പലവിധ മരണകാരണം. മരണം ഒന്നല്ലേ ഉള്ളൂ. പലവിധ മരണം എങ്ങനെ? അസുഖം കൊണ്ടോ, വാർദ്ധക്യം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ മരണം തന്നെയാണ്. ശ്രവണശക്തി നഷ്ടപ്പെട്ടാൽ മരണം തന്നെയാണ്. പാരാലിസിസ് വന്ന് കൈയോ പോലെ അനങ്ങാതെ വന്നാൽ മരണത്തിന് സമയം തന്നെയാണ്. എനിക്കതല്ലേ, ആക്റ്റീവ് അല്ല നടക്കുന്നില്ല. ഇങ്ങനെ പലവിധമായ മരണങ്ങൾ ഉണ്ടാകും. ആ മരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കുന്നവൾ ദേവി എന്നാണ് വാക്യാർത്ഥം. നമുക്കത് പോരല്ലോ അല്ലേ? എന്താണ് അതിന്റെ ഉള്ളിലെ കാര്യം?
പലവിധ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങൾ എടുക്കുമ്പോൾ പല വിധത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകും. ആ പലവിധമായ മരണങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞാൽ പലവിധമായ ജന്മങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കാതെ ഇരിക്കുന്നവർ. ജന്മം എടുക്കാതിരിക്കുക എന്തർത്ഥം? മോക്ഷം ലഭിക്കുന്നതാണ്. ഇതിന്റെ ശരിക്കുള്ള ആന്തരികമായ അർത്ഥം മോക്ഷത്തെ കൊടുക്കുന്നവൾ. ഇതാണ് ലളിതാ സഹസ്രനാമം. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മരണങ്ങൾ ഇല്ലാതാക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ ദിവസം 60 വർഷം തൊഴുതു, 70 വർഷം തൊഴുതു, 90 വർഷം. ഇന്ന് നല്ല കരുമത്തൊരു സ്വാമി 100 വയസ്സ് അവർ കൊണ്ടാടി. വളരെ സാത്വികമായ മനുഷ്യനാണ്, എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. 100 വയസ്സ്. നിങ്ങൾക്ക് 78 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ ടൂർ പോയപ്പോൾ എനിക്ക് ഇവിടെ കാല് പ്രശ്നമായത് കാരണം മോളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് അപ്പുറത്താണ് കിട്ടിയത്. അങ്ങനെ പറഞ്ഞു കൈലാസ് താഴെ ഇരുന്ന് ഞാൻ കയറിക്കൊള്ളാം. എനിക്കന്ന് 45 വയസ്സ്, ഇവർക്ക് 76 വയസ്സാണ്. മോളിൽ സുഖമായിട്ട് കയറി. ഭയങ്കര ഈശ്വര വിശ്വാസത്തോടെ ഇരിക്കുന്ന 100 വയസ്സ്. ഇങ്ങനെ പല ജന്മങ്ങൾ പലതുണ്ട്, പല മരണങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്നവൾ ദേവി എന്നർത്ഥം. നാരായണി ഹരിബ്രഹ്മേന്ദ്ര സേവിതായ നേരത്തെ പറഞ്ഞു. ശ്രീചക്ര നഗരത്തിൽ വസിക്കുന്നവൾ ദേവി. വിഷ്ണു ബ്രഹ്മ എല്ലാവരും അർച്ചിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. നാരായണി നാരായണിക്ക് നമസ്കാരം. നാരായണ സഹോദരി ആയതുകൊണ്ട് നാരായണി. നാദരൂപായ നമ. നാദസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. നാദം എന്നാൽ സാധാരണ അർത്ഥത്തിൽ ശബ്ദം എന്ന് അർത്ഥമുണ്ട്. ഇവിടെ ശുദ്ധബോധത്തിൽ നിന്ന് ഉദിക്കുന്ന ദിവ്യശക്തിയാണ് ശബ്ദം. അത് ദേവി സ്വരൂപം. നാമരൂപ വിവർജിതായ നമ. നാമവും രൂപവും ഇല്ലാത്തവൾ. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞ 1000 നാമം പറഞ്ഞിട്ട് ദേവിയെ പറയുന്ന നാമവും രൂപവും ഇല്ലാത്തവൾ. അപ്പൊ ഈ നാമമൊക്കെ ആർക്കുള്ളതാണ്? സംശയം വരില്ലേ? സാധാരണ അർച്ചന ചെയ്തുകൊണ്ടിരുമ്പോൾ നമുക്ക് സംശയം വരില്ല. പക്ഷെ അർത്ഥം നോക്കിയാൽ നാമരൂപ വിവർജിതായ, നാമവും രൂപവും ഇല്ലാത്തവൾ ദേവി. അപ്പൊ ഈ ശ്രീ മാതാനമ മഹാരാജ്ഞി സുന്ദരേശ്വരി ഇതെല്ലാം ദേവിയല്ലേ? അവർക്ക് നാമങ്ങളല്ലേ? അത് ഇല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഈ നാമങ്ങളോട് പറയുന്നതെല്ലാം 25ാമത്തെ തത്വമായ ശബ്ദബ്രഹ്മം, സഗുണബ്രഹ്മം അല്ലെ? മീനാക്ഷി എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ വില്ല്, നമ്മളെ പോലെ മനുഷ്യരും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ല നീലനിറം, കയ്യിൽ പുലാമുഴൽ, തലയിൽ പുലിപ്പൊടി. ഈ രൂപം നമുക്ക് തെളിഞ്ഞു വരുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? എന്താണ് ബ്രഹ്മം ചോദിച്ചാൽ ഇത് തന്നെ. അതാണ് ശബരിമല എഴുതിയ തത്വമസി. അത് ത്വം നീ അസി ആകുന്നു തത്വമസി. ബ്രഹ്മം ആരോ അല്ല, എവിടെയുള്ളതല്ല, നീ തന്നെ. ആര് ചോദിക്കുന്ന നീ തന്നെ ബ്രഹ്മം. അപ്പോ എന്താണ് ഈ പദം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 26 തത്വമായ ബ്രഹ്മവും ദേവി തന്നെ. ആ ദേവി, ആ ബ്രഹ്മത്തെ തന്നെ നമ്മൾ ദേവി എന്നവിടെ പറയുന്നു. അതേ ദേവി തന്നെയാണ് 25 താഴെയായ കാഞ്ഞികാമത്തി, മധുരമീനാക്കി, കാശി വിശാലാക്കി, നേരത്തെ ചക്രവർത്തി ദേവി, വെള്ളറമ്മ ദേവി, ആറ്റുകൾ ദേവി, കരിക്കൻ ദേവി. എന്തെല്ലാം പേരുകൾ, എത്ര പേരുകൾ! ചാമുണ്ടേശ്വരി, ഇഷ്ടംപോലെ, എത്ര പേരുകൾ! ഈ പേരുകളെല്ലാം ഇരിക്കുന്നതും ദേവി തന്നെയാണ്. പേരില്ലാത്ത സ്വരൂപം ദേവിയാണെന്ന് പറഞ്ഞാൽ ആരാധനാമൂർത്തിയായി നമ്മൾ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ്. അതിനെല്ലാം അതീതമായിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. ഇതാണ് വാക്യനാർത്ഥം. നാമരൂപ വിവർജിതായ നമഃ. ഹ്രീം കാര്യേ നമഃ. ഹ്രീം എന്ന അക്ഷരത്തിന്റെ രൂപത്തിലുള്ളവൾ ദേവി. ഹ്രീം മധ്യേ നമഃ. ലജ്ജാവതിയ ദേവിക്ക് നമസ്കാരം. സത്കുലജാലകളുടെയും പതിവുകളുടെ ലക്ഷണമാണ് ലജ്ജ. ശരിക്കും ലജ്ജ എന്ന് പറഞ്ഞാൽ നാമം നമ്മളെ കണക്കാക്കും. അത് ആത്മീയത്തിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ അനകൃത്യ കൃത്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന മനസ്സ്, അതാണ് ലജ്ജ. അതാർക്ക് സാധിക്കും? സത്കർമ്മങ്ങൾ ചെയ്ത് ഈശ്വര വിശ്വാസത്തോടെ ഇരുന്ന് പാപപുണ്യങ്ങളെ ഭയക്കുന്നവന് മാത്രമേ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണമെന്ന് തോന്നുള്ളൂ. ഒരു കള്ളൻ അത് തോന്നും. നടന്നുകൊണ്ട് പോകുമ്പോൾ കഴുത്തിന് പിടിച്ചിട്ടാണ് ചെയിൻ പൊട്ടിച്ചു കൊണ്ടു. അവന്റെ ഉദ്ദേശം എന്താണ്? അവന് ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ചിന്ത അവനില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ചെയിൻ വാങ്ങിയത്, എത്ര കൊല്ലങ്ങളായിട്ട് പൈസ ഉണ്ടാക്കി വാങ്ങി, ഇത് കഴുത്ത് മുറിയില്ലേ, അവർക്ക് വേദനിക്കില്ലേ, ദുഃഖിക്കില്ലേ, ഇതൊക്കെ അവൻ ചിന്തിക്കുമോ? ഇല്ല. ഒരു സത്കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകും. നമ്മുടെ എന്നെ കളഞ്ഞു കിട്ടിയപ്പോൾ ഇപ്പം ആരുടെയാണോ എന്തോ. സാധാരണ ആളുകളാണെങ്കിൽ നോക്കി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ മോളുടെ നെക്ലസ് കളഞ്ഞു പോയി. ഭയങ്കര പ്രയാസമായി. കൊച്ചുകുട്ടികൾ
അപ്പോൾ ഞാൻ ആ ചെറുക്കിൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു, നെക്ലസ് പോയിട്ടുണ്ട് കേൾക്കൊള്ളാം. ഇവിടെ തന്നെ അവർ അനൗൺസ് ചെയ്തപ്പോൾ ഉടനെ അവർ എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭാഗ്യമുണ്ട്, കിട്ടിയത് നല്ല ആളുടെ കയ്യിൽ, അതുകൊണ്ട് കിട്ടിയെന്ന് വെച്ചു. നേരെ മറിച്ച് കൊടുക്കണ്ടെന്ന് അവർ വിചാരിച്ചില്ല. കാരണം ആൾ വന്നിട്ടുണ്ട് കൊടുക്കണം തോന്നി. അപ്പം അതെടുത്ത് പോക്കറ്റ് ഇടണം തോന്നാതെ ഇന്നാൾക്ക് കൊടുക്കണം തോന്നിയില്ലേ, അതാണ് അനകൃത്യം കൃത്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന മനസ്സ്. അതാണ് ലക്ഷ്യം. അത് ഈശ്വരന്റെ സ്വാധീനം, ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഈശ്വര ഭക്തി കൊണ്ട് മാത്രമേ മനുഷ്യന് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആ മനുഷ്യനിൽ ആ സ്വഭാവമായിരിക്കുന്നവൾ ദേവി. അതാണ് യാദേവി സർവൂതിക്കും ഗജാരൂപ സംസ്ഥിത എന്ന് പറയുന്ന കാര്യം. ദേവിമാർക്ക് മുഴുവൻ ഭാഷ്യത്തോടെ പറയുന്നുണ്ട്. നവരാത്രി പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഏകദിനയജ്ഞം ഇവിടെ നടക്കും. അതിൽ ഇതുപോലെ ഒരു ദിവസം വന്നാൽ രാവിലെ ഒരു 3 മണിക്കൂർ ഇരുന്ന 700 ശ്ലോകവും പാരായണം. ഓരോ അനുഭാഗം അത് ആളുകൾ പാരായണം ചെയ്യും. നിങ്ങൾക്കും ഇവിടെ പാരായണം ചെയ്യാം. ഒരു അനുഭാഗം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ വരും. മുഴുവൻ യാദേവി സർവഭൂതേശ്വര ഓരോന്നിനും വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്, ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്യാർത്ഥം മാത്രമല്ല അതിൻ്റെ ഉള്ളർത്ഥം കൂടി അവിടെ നമുക്ക് നോക്കാം. ഹൃദയായ ഹൃദയത്തിൽ വസിക്കുന്നവൾ ഹേയോപാതയെ വർദ്ധിതായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പദമാണ്. ഒന്നും സ്വീകരിക്കുകയില്ല, ഒന്നും തിരസ്കരിക്കുകയില്ല. അല്ലെ, നമ്മള് കൊണ്ടുപോയി ശ്രദ്ധിച്ചില്ല, കടയിൽ പോയി ഒരു ചീപ്പ് പഴം വാങ്ങി, അത് 2 എണ്ണം അല്പം കേടാണ്, അഴുകിയതാണ്. നമ്മൾ അറിയാതെ കൊണ്ട് ദേവിക്ക് കൊണ്ട് വെക്കുന്നു. ആ പഴയെടുത്ത് മാറ്റമെന്ന് പറയുന്നില്ലല്ലോ. എന്ത് നമ്മൾ വെച്ചാലും സ്വീകരിക്കും. ഒന്നും കൊടുത്തില്ലെങ്കിലും പരാതിയില്ല. അർത്ഥം എന്താ? ഈശ്വര സ്വരൂപം ഒന്നും വാങ്ങുമില്ല, ഒന്നും വേണ്ടെന്ന് പറയുകയില്ല. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് വാങ്ങിച്ചോളെന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് അതിൻ്റെ അർത്ഥം. ദേവി ഭജനം ചെയ്യുന്നവൻ, ലളിതാസഹസ്രനാമം ജപിക്കുന്നവൻ, അമ്പലത്തിൽ പോകുന്നവൻ, ദേവി ഭക്തനെന്ന് അവകാശപ്പെടുന്നവൾ ആരായാലും ഈ ഒരു സ്വഭാവവിശേഷം അവർക്കുണ്ടാകണം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് പേടിച്ച് ഇവിടെ കടമെല്ലാം വാങ്ങി അവിടെ കൊണ്ട് അതെല്ലാം ചെയ്യണം ഇതെല്ലാം ചെയ്യണം എന്നൊന്നും നമ്മൾ വിചാരിക്കണം. ഒരു ദേവിയും ചോദിക്കില്ല. എന്താ വേണമെന്ന് ചോദിച്ചാൽ നമ്മളെക്കാളും മോശമായിരിക്കും. കൊടുക്കുന്നവൻ എപ്പോഴും ഉയർന്നവൻ, വാങ്ങുന്നവൻ. എന്തിനാണ് നമ്മൾ ദേവി ഇങ്ങനെ ആക്കുന്നത്? അതിങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ദേവി ഇങ്ങനെ വാങ്ങും. നമ്മളവിടെ ഇങ്ങനെ വാങ്ങും. അനുഗ്രഹിക്കുന്ന ദേവി ഇല്ല വന്ന കാണിക്കടവാ, ഒന്നോ വാങ്ങിത്തടാ, ഒരു സാരി വാങ്ങിത്തടാ എന്ന് ചോദിച്ചു കൊടുക്കാം. അബദ്ധം. ഇതെല്ലാം ഈശ്വര വിചാരത്തിൽ ഇല്ലാതാക്കുന്ന ആൾക്കാരാണ്. വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ ഇതെല്ലാം കട്ടുകയും ചെയ്യും. കാരണം നമ്മൾ അറിഞ്ഞ് നമ്മളായിട്ട് കൊടുക്കുന്നതാണ് പിടിച്ചു വാങ്ങുന്നത്. പിടിച്ചു വഹിക്കാൻ പാടില്ല. അങ്ങനെ ദേവി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലളിതാസത്തെ ഈ പദത്തിന് എടുത്ത് മാറ്റും. ഹേയോപാതയെ വർദ്ധിതായിരുന്ന ഒന്നും സ്വീകരിക്കുകയില്ല, ഒന്നും തിരസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെല്ലാം പലഹാരം ഉണ്ടാക്കി നൈവേദിക്കുന്നു, എത്ര അരവണ പായസം ഒക്കെ വയ്ക്കുന്നു, ഒരു വറ്റെങ്കിലും കഴിയുന്നു. പ്രസാദം ആ കടാക്ഷം അതിന് വന്നു. അതാണ് പ്രസാദം. അത് കടാക്ഷം ചെയ്ത് അനുഗ്രഹിച്ച് നമുക്ക് തരുന്നു. അതുപോലും നമ്മൾ കൊടുക്കുന്നത് പോലും ദേവി സ്വീകരിക്കുന്നില്ല. നീ വെച്ചോ, നിനക്കാണ് പ്രസാദമായിട്ട് നീ എടുത്തു. ഹേയോപാതയെ വർജിതായ കദംബ കുസുമപ്രിയായ സോറി ഒരു പേര് രാജരാജാർച്ചിതായ രാജരാജന്മാരാൽ അർച്ചിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ എല്ലാ രാജരാജൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. ഏത് ഉയർന്ന നിലയിൽ ഇരുന്നാലും ഏത് സാധാരണ ആളായാലും എല്ലാവർക്കും ഈശ്വര വിചാരം. എല്ലാ മതത്തിനും ഉണ്ട്. ഏത് കടയിൽ ബിസിനസ് പോയിക്കൊള്ളു അവരുടേതായ ഒരു ഇത് വെച്ച് ശവപ്പെട്ടി വെക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല. ഒരു മെഴുതിരി കത്തിച്ച് കർത്താവേ തുടങ്ങിയത് 10 രൊട്ടിയെങ്കിലും ചിലവാകണമെന്ന് പ്രാർത്ഥിക്കും. 10 രൊട്ടി ചിലവാകണമെങ്കിൽ എന്താവണം? ICU-ൽ അഡ്മിറ്റ് ചെയ്ത് 10 പേര് അവർ അമ്പലത്തിൽ തേങ്ങ അടിക്കും. ഭഗവാനെ അച്ഛനൊന്നും അമ്മയ്ക്കൊന്നും ഉണ്ടാകരുത്. അവരും പ്രാർത്ഥിക്കും. എല്ലാം മതക്കാണ്. കാരണം അത് എല്ലാവർക്കും അറിയാം. നമ്മൾ അറിയാവുന്നതിൽ എന്നെക്കാളും ഒരു ശക്തി മുകളിലുണ്ട്. അതാണ് മുകളിൽ നിന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ എവിടെ? റാക്കറ്റിലോട്ട് നോക്കട്ടെ, കണ്ടിട്ട് വരട്ടെ നോക്കട്ടെ. ഈ മുകളിൽ നിന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മളെക്കാളും അതീതമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് മുകളിൽ നിന്നും ഒരു മണ്ണാകുട്ടിയും അങ്ങനെ ലോകമൊക്കെ
എല്ലാവർക്കും അറിയാം നമ്മളെക്കാളും വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതിലെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവിടെ പോയി നേരെ നടയുന്നത് കരയുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ആശ്വാസം എങ്ങനെ കിട്ടുന്നു? അമ്പലത്തിൽ കയറുമ്പോഴുള്ള മനസ്ഥിതിയും തിരിച്ചു വരുമ്പോൾ മനസ്സിലുള്ള വ്യത്യാസമുണ്ടല്ലോ, ഇല്ലേ? അനുഭവിച്ചവർക്ക് അറിയാം. പ്രയാസത്തോടു കൂടിയാണ് വരുന്നത്. ഒരു തൊഴുത് പ്രസാദം കൊടുത്തും ഇന്ന് വിഷമിക്കേണ്ട, എല്ലാം നല്ലത് വരും ഇങ്ങനെ പറഞ്ഞ് ആ അർച്ചനം നമുക്ക് പ്രസാദം തരുമ്പോൾ ഒരു സമാധാനം, സന്തോഷം. ഇതാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് അത് വേണം, ഏത് വേണം ചോദിക്കുന്നത് ദൈവത്തിന്റെ ഇല്ല. ദൈവത്തിന്റെ പേരിൽ നമ്മളെ കബളിപ്പിക്കുന്ന ആളുകളുടെ കപട നാമമാണ് അത്. എല്ലാവരും വഞ്ചിക്കപ്പെട്ടു. രമ്യായനും ആ രമണീയത, സൗന്ദര്യത്തിന്റെ ഉറവിടം, എല്ലാരെയും സന്തോഷിപ്പിക്കുന്നവൾ ദേവി രമ്യായ. രാജീവൻ ലോചനായനമ, താമരകൾ പോലെ കണ്ണുകളോട് കൂടിയവൾ. വീണ്ടും വീണ്ടും പറഞ്ഞ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രഞ്ജിന്യനുമ, ആഹ്ലാദം നൽകുന്നവൾ. ദേവി ഭക്തഹൃദയങ്ങളിൽ ആഹ്ലാദത്തെ ഉണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മള് അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ളതുപോലെ അല്ല അമ്പലത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ വരുന്നത്. സന്തോഷമായിട്ടാണ് നമ്മൾ വെളിയിൽ വരുന്നത്. ചിലർക്കെല്ലാം ആ ഇലയിലെ പ്രസാദം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടപ്പെട്ട ഒരു തോന്നലുണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോൾ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ തരിയില്ലെങ്കിൽ ഇല്ല. പിന്നെ പ്രസാദം കൊണ്ടുവന്ന അത് ഒന്നി വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലിടണം എന്ന് പറയും. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ശിവൻ സ്വത്ത് കുലനാശം, അതുകൊണ്ട് ചന്ദനത്തിനടുത്ത് അവിടെ ചുമട്ട് കിടന്നിട്ട് ഇതേ ശിവക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരുമ്പോൾ പായസം തന്നാ എന്ത് ചെയ്യും? ചുമട്ട് അറിയുമോ? അതിൽ ശിവന്റെ സ്വത്തല്ലേ? ശിവന്റെ നിവേദിച്ച പായസമല്ലേ? ഒരു പഴം നിവേദിച്ച് തന്നു, ഓ ഇത് ശിവന്റെ സ്വത്ത്, ബക്കറ്റ് ഇടുവോ? പറ്റുമെങ്കിൽ ആരും കാണാതെ തൊലി എടുത്ത് തറയിട്ടിട്ട് പോകും. എന്താണ് ശിവൻ സ്വത്ത് കൊലനാശം? ക്ഷേത്ര സ്വത്ത് കൊള്ളയടിക്കരുത്. അതൊരു കണക്കിന് ശിവൻ സ്വത്ത് കൊലനാശം. അപ്പൊ വിഷ്ണുവിന്റെ സ്വത്ത് അവഹരിക്കാമോ? ദേവിയുടെ സ്വത്ത് അവഹരിക്കാമോ? അങ്ങനെയൊന്നുമില്ല. ശിവൻ ഉദ്ദേശിച്ചാൽ ഈശ്വരൻ അമ്പലത്തിലെ സ്വത്ത് കൊള്ളയടിക്കരുത് എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, ചെലവിനെടുക്കാം, കാര്യങ്ങളെടുക്കാം. അവിടുത്തെ പ്രസാദം തന്നു കഴിഞ്ഞാൽ ആ പ്രസാദം കൊണ്ടുപോകണം. മാപ്പിനാകട്ടെ, വിഭൂതിയാകട്ടെ, മസ്തിലാകട്ടെ, വീട്ടിൽ കൊണ്ട് ഒരു ഡപ്പയിൽ ഇട്ട് വെക്കാം. അല്ല നമുക്കത് വേണ്ട, അത്രയും ഒരുപാടായി ഇതിന്റെ ഉപയോഗം എല്ലാം തോന്നിയാൽ തെങ്ങിന്റെ മുട്ടൊക്കെ ചവിട്ടാത്ത ഒരു സ്ഥലത്തിട്ട് അത് ഇടണം എന്നല്ലാതെ അമ്പലത്തിലെ ചുമരിലും അവിടെ തൂണിന്റെ സൈഡിലും ഒന്നും വെച്ചിട്ട് വരാൻ പാടില്ല. കാരണം ഇത് ക്ലീൻ ചെയ്യാൻ ഒരാൾ വേണം. ആലോചിച്ചു, അവൻ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എന്തിനു വന്നിരിക്കുന്ന പോലെ അമ്പലത്തിൽ ഇത് പറഞ്ഞുകൊണ്ടേ ക്ലീൻ ചെയ്യും. ആ പ്രാക്കെല്ലാം നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ആവും. ഒരിക്കലും അത് ചെയ്യരുതെന്നാണ്. ക്ഷേത്ര പരിസരം ഭംഗിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ വീട് എങ്ങനെയോ അത് വീട്ടിലാണെങ്കിൽ കൊണ്ടിടുവോ? നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നേരെ സോഫയിൽ നല്ല 2300 കവർ വാങ്ങിച്ചിട്ടിട്ട് 25,000 സോഫയിൽ കൊണ്ട് ആ വസ്തുക്കളെ കൊണ്ട് ഇറങ്ങിയിട്ടാരെങ്കിലും നോബഡി വിട്ടു. അതേപോലെ ക്ഷേത്രത്തിൽ നോക്കണം. ശിവൻ സ്വത്ത് കൊല, ഞാൻ ചോദിച്ചു, ശിവൻ സ്വത്ത് കൊലനാശം കൊണ്ടുപോകാൻ പാടില്ല. വിഷുവിന് കാണിക്ക കൊടുത്തു, ആ കാണിക്കയെ ഉണ്ടിയിൽ കിട്ടും, നല്ല കാര്യം. നമ്മൾ ശിവന്റെ സ്വത്ത് എടുക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞ് എന്തിനാ ഇടുന്നത്? നിങ്ങളത് വീട്ടിൽ കൊണ്ട് അലമാരയ്ക്കകത്ത് വയ്ക്കുക. പരമേശ്വരൻ തന്ന് കാണിക്കുക വിഷുവിന് കൊണ്ടു, അത് 1 കോടിയായി വരുന്നത്. അല്ലാതെ അത് പേടിച്ചിട്ട് അവിടെ കൊണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രമ്യായനമ, രാജീവലോചനായനമ, ഭക്തഹൃദയത്തിലെ ആഹ്ലാദത്തെ നമുക്ക് സന്തോഷത്തെ കൊടുക്കുന്നതാണ് ദൈവം. നമ്മൾ തിരിച്ചതുപോലെ ആ സന്തോഷത്തിന് പ്രത്യുപകാരമായിട്ട് പരിസരം നശിപ്പിക്കാതെങ്കിലും നമ്മൾ വരണം. രമണ്യേനമ, ഭക്തഹൃദയങ്ങൾക്ക് ആനന്ദം നൽകുന്നവൾ. രസ്യായനമ, രസരൂപിണി, ആത്മാവ് രസരൂപമാണ് അർത്ഥം. രമായനമ, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി. രഞ്ജിന്യേനമ, രമണ്യേനമ, രസ്യായനമ, രണക്കിങ്ങിണി മേഖലായ നമഃ. കിളിങ്ങുന്ന കിങ്ങിണികളുള്ള അരഞ്ഞാണം ധരിച്ചവൾ. ഇതെല്ലാം രൂപവർണ്ണനാണ്. പട്ടുവസ്ത്രം, ആഭരണം, ഇതെല്ലാം സന്തോഷത്തിന്റെ പ്രതീകം. അത്രയും ഉള്ളത്. രാഗേന്ദ്ര പതനായനമ, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. രാഗേന്ദ്ര എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ.
രമ്യായ നമഃ രാജരാജാർച്ചിതായ നമഃ രാജ്ഞേ നമഃ മഹാറാണി രാജരാജേശ്വരനായ ശിവന്റെ പത്നി രാജ്ഞി. രാജ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീ മഹാരാജ്ഞി അതിൽ കണ്ടതാണ്. സാമ്രാജ്യത്തിന് അധിപതി എന്നർത്ഥം. രാജരാജാർച്ചിതായ നമഃ രാജ്ഞേ നമഃ രമ്യായ നമഃ രാജീവലോചനായ നമഃ രഞ്ജിന്യേ നമഃ ആഹ്ലാദം കൊടുക്കുന്നവൾ രമണ്യേ നമഃ ഭക്തഹൃദയത്തിൽ ആനന്ദം നൽകുന്നവൾ രസരൂപിണി രണത്തിങ്ങിണി മേഘായ നമഃ രമായ നമഃ ലക്ഷ്മി ദേവി രാഗേന്ദ്ര പദനായ നമഃ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോട് കൂടിയവൾ രതിരൂപായ നമഃ അഴക് സ്വരൂപം. രതി എന്ന് പറഞ്ഞാൽ അഴകെന്നർത്ഥം, സൗന്ദര്യം എന്നർത്ഥം. രതിപ്രിയായ നമഃ രതി ദേവിക്ക് പ്രിയമുള്ളവൾ ദേവി. എന്തുകൊണ്ട് രതി ദേവിക്ക് പ്രിയമായി? കാമദേവനെ പരമേശ്വരൻ ജനിച്ചപ്പോൾ വീണ്ടും അവന് ജീവൻ നൽകിയത് ദേവിയാണ്. കാമേശ്വരന്റെ ഭാര്യയാണ് കാമദേവന്റെ ഭാര്യയാണ് രതിപ്രിയായ നമഃ രക്ഷാകരിയായ നമഃ എല്ലാരെയും രക്ഷിക്കുന്നവൾ രക്ഷകിയായ ദേവിക്ക് നമസ്കാരം. രാക്ഷസപ്രിയ നമഃ രാക്ഷസന്മാരെ വധിക്കുന്നവൾ നിഗ്രഹിക്കുന്നവൾ. രാക്ഷസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങൾ അതിനെ ഇല്ലാതാക്കുന്നവൾ. ശരിക്കും അതെല്ലാം സംഹാരമല്ല, അനുഗ്രഹമാണ് ശരിക്കും രാക്ഷസം. ദുഷ്ടശക്തികളെ തന്റെ ആയുധം കൊണ്ട് ആ ദുഷ്ടശക്തി ഇല്ലാതാക്കി അവരെ ശിഷ്ടന്മാരായിട്ട് മാറ്റി അനുഗ്രഹം കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. രാമായ നമഃ സ്ത്രീ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന സ്ത്രീകളെല്ലാം ദേവി സ്വരൂപങ്ങളാണ് ഉള്ള അർത്ഥത്തിലാണ്. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാത്തിലും പ്രാധാന്യം സ്ത്രീകൾക്കാണ്. രാമായണത്തിൽ പല ശ്രുതിയിലും പറഞ്ഞ സ്ത്രീകൾ സൗഖ്യമായിരിക്കണം എന്ന് പറയുന്നത്. പുരുഷനെ പറ്റി നമ്മുടെ സംസാരമേ ഇല്ല. സ്ത്രീകൾ നന്നായിരുന്നാൽ ലോകമേ നന്നാവും. പുരുഷൻ അതിൻ്റെ കൂടെ പൊക്കോളും അർത്ഥം. അതാണ് കുലവിളക്ക് എന്ന് പറയുന്നില്ല. നമ്മൾ ഒരു കുടുംബ അഭിവൃദ്ധി, വംശാഭിവൃദ്ധി എങ്ങനെ വരും? ആ സ്ത്രീയിൽ നിന്നാണ് വരുന്നത്. അത്ര കണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകളെയെല്ലാം ദേവീ സ്വരൂപമായി സങ്കല്പിച്ച് ദേവികളാണ് എന്ന് കാണുന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു രാമായ നമഃ സ്ത്രീ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. സ്ത്രീകളെല്ലാം ദേവിയുടെ രൂപങ്ങളും പുരുഷന്മാരുടെ ശിവന്റെ രൂപങ്ങളുമാണ് എന്ന് ശിവപുരാണം പറയുന്നു. യോഗികളുടെ ആനന്ദപാലനം എന്നും അർത്ഥമുണ്ട്. രമണ ലംബടായ നമഃ പതിയിൽ അതിയായ പ്രീതിയുള്ളവൾ ദേവി. കാരണം ഒരു പത്നിയുടെ ധർമ്മം പതിയിൽ ശുശ്രൂഷകൾ, പതിയിൽ പ്രീതിയുള്ളവൾ. ആ ധർമ്മത്തെയാണ് അവിടെ കാണിക്കുന്നത്. കാമ്യായ നമഃ മുമുക്ഷുകൾക്ക് കാമിക്കാൻ അർഹിയായ ദേവിക്ക് നമസ്കാരം. മോക്ഷ എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിക്ക് പ്രാപ്തമായവൻ. അവൻ പോലും കാമിക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തോടെ ചേരണം എന്നുള്ള ആ കാമം ജീവബ്രഹ്മൈക്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. കാമകലാരൂപായ നമഃ കാമകലാരൂപിണിയായ നമസ്കാരം. ശിവശക്തിയുടെ പ്രകടമായ ഭാവമാണ് കാമകല. ഈ നാമം ഒരു വിശിഷ്ട ധ്യാനത്തെയും കാണിക്കുന്നു. യോഗാഭ്യാസത്തിൽ വരുന്ന ഒരിതാണ്. അത് ധ്യാനിച്ച് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുള്ള വഴി. കദംബ കുസുമപ്രിയായ നമഃ കടമ്പിൻ പൂക്കളിൽ പ്രിയമുള്ളവൾ ദേവി. കല്യാണി നമഃ മംഗളസ്വരൂപിണി. ജഗതീ കന്ദായ നമഃ ജഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ളവൾ. എല്ലാം സൃഷ്ടിച്ചത് ദേവി തന്നെയാണ്. കരുണാരസ സാഗരായ നമഃ കരുണാരസം നിറഞ്ഞ സമുദ്രമായവൾ ദേവി. കരുണാരസത്തെ ഒരു സമുദ്രമായി സങ്കല്പിച്ചാൽ ആ സമുദ്രമായി ഇരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ വ്യാപ്തിയോ അതിന്റെ ആഴമോ നമുക്ക് അളക്കാൻ സാധിക്കില്ല. ദേവിയുടെ കരുണയ്ക്കും നമുക്ക് പരിധി പറയാൻ പറ്റില്ല. അതാണ് കരകഥാര സ്തോത്രത്തിൽ ആദിശങ്കരൻ പറഞ്ഞത്. ചെറിയൊരു നോട്ടം, ആ ഇടക്കണ്ണിട്ട് മുഴുവൻ നോക്കണ്ട, ഇടക്കണ്ണിട്ട് ഒരു ഗ്ലിപ്സ് ഓഫ് ലുക്ക് കിട്ടിയാൽ മതി ഞാൻ പ്രവർത്തനാവും പറഞ്ഞാൽ മുഴുവൻ നോക്കാനുള്ള ആവശ്യം പോലും ഇല്ല. അത്ര കണ്ട് കരുണയാണ് ആ ദേവി ദൃഷ്ടിയിൽ. കലാഭക്തിയെ കലകളുടെ നാദിയായ ദേവിക്ക് നമസ്കാരം. 64 കലകളുണ്ട്. എല്ലാത്തിനും ഉറവിട ആ ഈശ്വരി തന്നെയാണ്. കലാലാഭായ നമഃ മധുര ഭാഷണിയായ ദേവിക്ക് നമസ്കാരം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മലയാളി മക്കളെ മഹാലാവണ്യ ശിവദേവന വിനവത്സര കച്ചപി അല്ലേ, മന്ദസ്മിത ഇത് ദേവി സംസാരിച്ച എങ്ങനെ നിജസല്ലാപ മാധുര്യ വിനവത്സര കച്ചപി ആ മനപ്പാത്ത് നമ്മൾ കണ്ടു. കാന്തായ നമഃ കലാലാപായ മധുരഭാഷിണി സൗന്ദര്യമൂർത്തിയായ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ പരമരൂപം ഉപാധിരഹിതമായ ബ്രഹ്മമാണ്. കേട്ടത് പറയുന്നുണ്ട്. കാദംബരി പ്രിയായ നമഃ കാദംബരി പ്രിയായ ദേവിക്ക് നമസ്കാരം. കാദംബരി എന്ന പേരായ ഒരു വിശിഷ്ട മദ്യം ചിലർ ദേവി പൂജയിൽ ഉപയോഗിക്കും.
അതൊക്കെ കൗളമാർഗ സിദ്ധാന്തത്തിലുള്ളതാണ്. ഈ മദ്യം ഇതെല്ലാം നിവേദിക്കുന്നതല്ല. അതൊന്നും ഇപ്പോഴില്ല. ഇത് അപരിഷ്കൃതമായ രീതിയിൽ കാട്ടുജാതിക്കാർ ആരാധിച്ചിട്ടുന്ന ഒരു രീതിയാണ് കൗളമാർഗ സിദ്ധാന്തം. പിന്നെ വന്നവർ അതിനെ വേറെ രീതിയിൽ അതിനെ എടുത്ത് തെറ്റായ വഴിയിൽ ദേവിയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആ മാർഗം ഇല്ലാതായി. ആവശ്യങ്ങളുടെ കാലത്ത് അതെല്ലാം ഇല്ലാതാക്കിയതാണ്. വരങ്ങൾ എന്ന ദേവിക്ക് നമസ്കാരം. മറ്റു ദേവന്മാരെല്ലാം ഇങ്ങനെ കൈ കാണിച്ചാണ് അനുഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ലളിതാസ്തോത്രം പറഞ്ഞ ദേവിയോ ഒരു കയ്യിൽ കരിമ്പ്, ഒരു കയ്യിൽ അമ്പുബാണം, ഒന്നിന് പാശം, ഒന്ന് അങ്കുശം, 4 കൈയിൽ കയറുന്നു. ഇങ്ങനെ കാണിക്കുന്ന കൈയുണ്ടോ? ഇല്ല. പറയുന്നു മറ്റെല്ലാം അഭയമുദ്ര കാണിച്ചാണ് അനുഗ്രഹം ചെയ്യുന്നത്. ഇവിടെ അഭയമുദ്ര കാണിച്ചില്ലെങ്കിലും അനുഗ്രഹം ചെയ്യുന്ന വിശേഷമായ പാദത്തോട് കൂടിയവൾ ദേവി എന്നാണ് സൗന്ദര്യത്തിൽ പറഞ്ഞത്. ഇവിടെ അതാണ് വരദായക, വരങ്ങൾ നൽകുന്നവൾ ദേവി. അമ്മയുടെ പാദങ്ങൾ തന്നെ 2 നൽകാൻ കേൾപ്പുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഭയമുദ്ര കാണിക്കേണ്ട ആവശ്യമില്ല. വാമനയനായ നമഃ, മനോഹരമായ കണ്ണുകളുള്ളവൾ ദേവി, കർമ്മഫലം നൽകുന്നർത്ഥം. വാരുണീമത വിഹ്വലായ നമഃ, ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു ശാപം, അതാണ് വാരുണീ. അത് ദേവി പൂജയ്ക്കൊക്കെ സാധാരണ എടുക്കും. വിശ്വാധികായ നമഃ, പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്നവൾ ദേവി. ഭൂമി മുതൽ ശിവൻ വരെയുള്ള തത്വങ്ങൾക്ക് എല്ലാം കൂടി വിശ്വം എന്ന് പറയും. ഇതൊക്കെല്ലാം ഉപരിയായിരിക്കുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതൊന്നുമില്ല. സുപ്രീം പവർ. വേദവേദ്യായ നമഃ, വേദങ്ങളാൽ അറിയപ്പെടേണ്ടവളായ ദേവിക്ക് നമസ്കാരം. എല്ലാത്തിനും ആസ്ഥാനമായത് വേദം. വേദത്തിനാൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തുവായിരിക്കുന്നത് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ ദേവിനെ സങ്കല്പിക്കുന്നു. ലളിതാസഹസ്രനാമായതുകൊണ്ട് അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞിരുന്നത്. 335 പദങ്ങളായി. 400 എന്ന ടാർഗറ്റ്. സാരമില്ല, ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയൊരു സന്ദർഭം കിട്ടൂല. ആ വിഷയങ്ങൾ അറിയണമല്ലോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ അതിൻ്റെ റിലേറ്റഡായി വരുമ്പോൾ എനിക്ക് അറിയാവുന്ന ഞാൻ പറയാം. അതെല്ലാം തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ നോക്കാം. എല്ലാവർക്കും കല്ലറപ്പടം ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ലോകക്ഷേമാർത്ഥം ഒരു നിമിഷം ധ്യാനം. ओम श्री महादेव्यै नमः. ओम श्री महादेव्यै नमः. सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते. अन्यदा शरणं नास्ति त्वमेव शरणं मम. तस्मात् कारुण्यभावेन रक्ष महेश्वरी. അത് ഹിന്ദുമാർക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് ഡൺ കൊടുക്കണം, എങ്കിലേ അത് പോകും.